Hi, hello everyone. How are you? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. അപ്പം വരുന്നുണ്ട് അല്ലേ, തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ എക്സാംസ് ഒക്കെ. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു ചാപ്റ്റർ സമ്മറിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ഷോർട്ട് സമ്മറി അതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ എടുക്കും. ദെൻ ഐ ബി ഡിസ്ക്രൈബിങ് ദ സ്റ്റോറി. എന്തായിരിക്കും അതിൽ സ്റ്റോറി വരിക എന്നുള്ളത് വളരെ ബ്രീഫായിട്ടായിരിക്കും നമ്മളിതിൽ പോവുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫൈൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ലിയാം ഓഫ് ഫ്ലാഹർട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇതിൽ എന്താണ് പറയുന്നത്, വാട്ട് ഈസ് എ വെരി ഷോർട്ട് സമ്മറി ഓഫ് ദിസ് സ്റ്റോറി, അതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന, ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു സീഗൾ ഫാമിലീനെയാണ്. ഒരു ചെറിയ ഒരു കൂട്ടം ഒരു സീഗൾ ഫാമിലീനെയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഫസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഡ്ജിൽ, അതായത് ഒരു നല്ല മല പോലെ ഇരിക്കുന്ന കുറച്ച് മുൻപിലേക്ക് നിൽക്കുന്ന ഒരു സ്ഥലത്ത് സ്മോൾ സീഗൾ, ഒരു ചെറിയ കുട്ടി സീഗൾ അവിടെ ഇരിപ്പുണ്ട്. ബാക്കി ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവനെ വല്ലാണ്ട് കെയർ ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങനെ വളർത്തിയിരിക്കുന്ന ഒരു കുട്ടിയാണ് ഈ സീഗളിനെ. ഓക്കെ, അപ്പം എല്ലാവരെയും പോലെ തന്നെ അല്ലേ, നമ്മൾ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വളരെ കെയർ ചെയ്ത് വളർത്തിയിട്ടുള്ള ഒരു സീഗൾ കുട്ടിയാണ്. അപ്പോൾ അവൻ്റെതായ ഭയങ്കര കൊഞ്ചലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവനുണ്ട്. അപ്പം ഇവൻ്റെ കൂടെയുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പറന്നു തുടങ്ങി. അവർ ഡൈവിങ് പഠിക്കാനും ദേ സ്റ്റാർട്ടഡ് ടു ഡൈവ്, ദേ സ്റ്റാർട്ടഡ് ടു ഫ്ലൈ, അവർ സ്വന്തമായിട്ട് ദേ സ്റ്റാർട്ടഡ് ടു സെർച്ച് ഫോർ ഫുഡ്, അതൊക്കെ ഇവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് സീഗൾ, നമ്മുടെ ഈ ചെറിയ കുട്ടി ബേബി സീഗൾ സ്റ്റിൽ സിറ്റിംഗ് ഇൻ ഹിസ് ലെഡ്ജ്. അവൻ പുറത്തോട്ടൊന്നും പറക്കാനൊന്നും ആയിട്ടില്ല. ഹി ഈസ് വെരി അഫ്രെയ്ഡ് ഓഫ് ഫ്ലൈയിങ് ആൻഡ് ഡൈവിങ്. അവന് ഭയങ്കര പേടിയാണ്. ഈവൻ ദോ ഹിസ് ഫാദർ ആൻഡ് മദർ കമ്പൽസ് ഹെം ടു ഫ്ലൈ, അല്ലെങ്കിൽ ഡൈവ് ചെയ്യൂ, നീ നന്നായിട്ട് നമുക്ക് പറക്കാൻ പഠിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ദ യങ് സീഗൾ is very afraid to do so. അപ്പോൾ അവന് ഭയങ്കര പേടിയാണ്. അവൻ എന്തൊക്കെ ചെയ്തിട്ടും പരിപാടികളൊന്നും നടക്കുന്നില്ല, അവനെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ആ ഒരു ലെവലിലാണ് അവനിപ്പോൾ നിൽക്കുന്നത്. അപ്പം വൺ ഡേ നമ്മൾ കാണുന്ന ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ബേബി സീഗൾ, സ്മോൾ സീഗൾ അവിടെ ആ ലെഡ്ജിൻ്റെ മേലെ ഇരിപ്പുണ്ട്. ബാക്കി ഇവരുടെ ഫാദർ ആൻഡ് മദർ ആൻഡ് ബാക്കിയുള്ള ബ്രദർ ആൻഡ് സിസ്റ്റർ, അവൻ്റെ സിബ്ലിങ്സ് അവരെല്ലാവരും തൊട്ടടുത്ത് സീയിൽ അവർ പോയി ദേ ആർ ഡൈവിങ്, ദേ ആർ ക്യാച്ചിങ് ഫിഷ്, ദേ ആർ ക്യാച്ചിങ് ഫുഡ്. ഓക്കെ, അപ്പം ഇവൻ്റെ അമ്മ ഇവനെ വിളിക്കുന്നുണ്ടായിരുന്നു, ജസ്റ്റ് കം വിത്ത് അസ്, നമുക്ക് പഠിക്കാമെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ബട്ട് ഹി ഈസ് നോട്ട് ഗോയിങ് ഫോർ ദം, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. ബിക്കോസ് ഹി ഈസ് വെരി അഫ്രെയ്ഡ് ഓഫ് ഫ്ലൈയിങ് ആൻഡ് ഡൈവിങ്. അതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇവരെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. നമ്മുടെ യങ് സീഗളിനെ ദ ഫാദർ ആൻഡ് ദി മദർ ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദ സിബ്ലിങ്സ്, ദേ ആർ നോട്ട് മൈൻഡിങ് ദിസ് യങ് സീഗൾ. അവനെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി കാണും ഇവൻ ഇങ്ങനെ ഇരുന്നാൽ ഇവൻ എന്താണേലും പഠിക്കാൻ പോകുന്നത്. അപ്പം അമ്മ ഫൈനലി ഒരു ട്രിക്ക് പ്രയോഗിക്കുകയാണ്. ഷീ ഈസ് പ്ലേയിങ് എ ട്രിക്ക് ടു മേക്ക് ഹിം മോർ കോൺഫിഡൻറ്റ്, കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മ സീഗൾ, ദ മദർ സീഗൾ ഈസ് പ്ലേയിങ് എ ട്രിക്ക്. അപ്പോൾ ആ ട്രിക്ക് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സീഗൾ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട്, നമ്മുടെ ഈ ബേബി സീഗൾ, ആ ഒരു കുഞ്ഞ് സീഗൾ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇറ്റ്സ് ബീൻ എ ഡേ, ഓൾമോസ്റ്റ് ഒരു ഡേ ആയിട്ടുണ്ട് ആ ഒരു ഇരിപ്പ് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഹീ ഈസ് വെരി ഹംഗ്രി, അവന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അവിടെ അപ്പുറത്ത് ഇവനെ നോക്കുമ്പോൾ കാണാം ഹിസ് ഫാദർ ആൻഡ് മദർ അല്ലെങ്കിൽ സിബ്ലിങ്സ്, ദേ ആർ ഈറ്റിംഗ് ഫിഷ്, ദേ ആർ ഡൈവിങ്, അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഹീ ഈസ് സീയിങ് ഓൾ ദീസ് തിങ്സ്, ഇതൊക്കെ ഇവൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഹീ ഈസ് വെരി ഹംഗ്രി, എങ്ങനെയും കുറച്ച് ഫുഡ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഫീലിലാണ് നമ്മുടെ സീകളിൽ ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഹി ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവന് പറക്കാൻ പേടിയാണ്. ഓക്കെ, അപ്പോൾ അവൻ തൊട്ടടുത്ത് കണ്ട ഒരു ഫിഷിൻ്റെ ടെയിലൊക്കെ കൊണ്ട് വിശപ്പടക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈയിങ് ഹിം. അവൻ അത്രയും വിശപ്പൊന്നും അതുകൊണ്ട് അടങ്ങി കിട്ടുന്നില്ല. ആൻഡ് ദെൻ അപ്പോൾ അവൻ വിചാരിച്ചു, ഓക്കെ ലെറ്റ് മീ സ്ലീപ്പ്, ഇനി കുറച്ച് നേരം ഉറങ്ങുമെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഹി സ്റ്റാർട്ടഡ് ടു സ്ലീപ്പ്. അങ്ങനെ ഒറ്റക്കാലിലൊക്കെ ഇരുന്നിട്ട് സ്ലീപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ടു ഫെയിൽ, അതും ഒന്നും ശരിയാവുന്നില്ല. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്തൊരവസ്ഥയിലാണ് അവൻ ഇരിക്കുന്നത്. അപ്പം ദ മദർ സീഗൾ കംസ് വിത്ത് ഒരു പീസ് ഓഫ് ഫിഷ് ബീക്കിൽ വെച്ചിട്ട്, ചുണ്ടിൽ വെച്ചിട്ട് ദ മദർ സീഗൾ കംസ് ടു ഹിം. അപ്പം അവൻ വിചാരിക്കും, ഓ യെസ് ഐ എം ഗോയിങ് ടു ഗെറ്റ് ദ ഫുഡ് ഇപ്പം കിട്ടും എന്നുള്ള ഒരു ഫീലിലാണ് നമ്മുടെ യങ് സീഗൾ. അപ്പം അമ്മ ഈ ലെഡ്ജിൻ്റെ അടുത്തേക്ക്, ഇപ്പോൾ ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നല്ല മുനം പോലെ നിൽക്കുന്നത്, അവൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം അവിടെ അതിന് തൊട്ടടുത്തേക്ക് നമ്മുടെ അമ്മ സീഗളിൽ ഷീ ഈസ് കമ്മിങ് വിത്ത് എ പീസ് ഓഫ് ഫിഷ്.
വായിൽ ഇതുണ്ട്. അപ്പം ഹി ഈസ് എക്സ്പെക്ടിങ് യെസ് അമ്മ ഇപ്പം അത് കൊണ്ടുവരും, ഐ ക്യാൻ ദെൻ ഈറ്റ് ദ ഫുഡ് എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. ബട്ട് വെൻ ഷീ റീച്ചസ് ദ ലെഡ്ജിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും ഷീ ജസ്റ്റ് സ്റ്റോപ്പ് ദർ, അവിടെ നിന്നു. നമ്മുടെ യങ് സീകളുടെ അടുത്തേക്ക് ആ ഫുഡ് കൊടുക്കുന്നില്ല. അപ്പം ഹീ ഈസ് വെരി ഹംഗ്രി ആൻഡ് ഹി ജസ്റ്റ് ലീൻ ടുവേർഡ്സ് ഹിസ് മദറിൻ്റെ അടുത്തേക്ക് അങ്ങ് ലീൻ ചെയ്തു, ആ ഫിഷ് എങ്ങനെയാലും ഒന്ന് പിടിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ട്. ബട്ട് ഹി കുഡൻറ്റ് മേക്ക് ദാറ്റ്, അത് കിട്ടുന്നില്ല. ഹി ജസ്റ്റ് ഫെൽ ഫ്രം ദാറ്റ് ലെഡ്ജ്, ആ ലെഡ്ജിൻ്റെ മേലേന്ന് നമ്മുടെ യങ് സീകള് ഹി ജസ്റ്റ് താഴത്തേക്ക് ഡ്രിപ്പ് ചെയ്ത് പോവാണ്, താഴത്തേക്ക് വീഴാണ്. അപ്പം എന്ത് സംഭവിച്ചു, അമ്മ സീഗിൾ മേലോട്ട് ഇറ്റ് ജസ്റ്റ് ഫ്ലൂ അപ്വേർഡ്സ് ആൻഡ് ദിസ് യങ് സീഗിൾ ഈസ് ഫോളിങ് ഡൗൺവേർഡ്സ്, താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവന് ഒരു രക്ഷയില്ല, താഴേക്ക് വീഴാൻ പോവാണല്ലോ. നമ്മൾക്ക് ആരെങ്കിലും ഒരു വലിയൊരു പൊക്കത്തുനിന്ന് താഴേക്ക് വീഴു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, വിൽ ബി ഫീലിംഗ് ലൈക്ക് ലോസ്റ്റ് അല്ലേ, നമുക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മുടെ സീകളിലും ആദ്യം ആ ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. ബട്ട് ഇവൻ ഈ താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ അമ്മ സീകളിൻ്റെ എന്താണ് വിങ്സ് ഒക്കെ ഇങ്ങനെ അടിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം. ആൻഡ് സഡൻലി സംതിങ്, എന്തോ ഒരു എനർജി അവന് കിട്ടി ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു ഫ്ലൈ, വിങ്സ് ഒക്കെ ഇട്ട് അടിച്ചിട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം എങ്ങനെയോ സംഭവം ഹിസ് മേക്കിംഗ്, അപ്പോൾ അവന് മനസ്സിലായി താൻ ഏതായാലും താഴേക്ക് അങ്ങ് വീണ് പോകുന്നില്ല, ഇങ്ങനെ പയ്യെ മേലേക്കും താഴേക്കുമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ സീകളിന് മനസ്സിലായി. ആൻഡ് നൗ ഹി ഈസ് വെരി കോൺഫിഡൻറ്റ്. അപ്പം അവന് ഭയങ്കര കോൺഫിഡൻ്റ് ആയി തുടങ്ങി, കാരണം ഹീ ഈസ് ഫ്ലൈയിങ് അല്ലേ. അപ്പോൾ അവന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഹീ സ്റ്റാർട്ടഡ് ടു ഫ്ലൈ, ഡൈവ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും അവൻ്റെ അടുത്തേക്ക് കൂടി വന്നു. ആൻഡ് ദേ ആർ ഗിവിങ് ഹിം അപ്രീസിയേഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. ദെൻ ദേ ആർ ഓൾ അറൗണ്ട് ഹിം, എല്ലാവരും അവരുടെ ഒപ്പമുണ്ട്. ആൻഡ് പിന്നെ അപ്പം ഇവർ അടുത്തതായിട്ട് നോക്കുന്നത് ഇവനെ ഡൈവ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. വെള്ളത്തിൽ പോയിട്ട് ഹി വോണ്ടഡ് ടു ക്യാച്ച് സം ഫിഷ് അല്ലേ, എന്നാലല്ലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇവർ നെക്സ്റ്റ് അതിനുള്ള വഴിയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം അവൻ വെള്ളത്തിലേക്ക് താഴേക്ക് നോക്കുമ്പോഴേക്കും ഹി ക്യാൻ സീ ദ ഗ്രീൻ സീ, നല്ല പച്ച അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ഓഷ്യൻ താഴെ കാണാം. അപ്പം ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ് അങ്ങോട്ടേക്ക് പോവുകയാണ്. താഴെ എത്താനായപ്പോഴേക്കും ഹി ഈസ് ജസ്റ്റ് താഴെ സീയുടെ അവിടെ അവൻ്റെ കാലുകൾ മുട്ടിയപ്പോഴേക്കും ഹി ഈസ് ഫീലിംഗ് ലൈക്ക് ഹി ഈസ് ഗോയിങ് ടു സിങ്ക്, മുങ്ങിപ്പോകാൻ പോകുന്ന പോലെ തന്നെയാണ്. യെസ്, അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കാലുകൾ മുങ്ങി, അത് കഴിഞ്ഞ് അവൻ്റെ ഒരു സ്റ്റൊമക് ഭാഗം വരെ വെള്ളത്തിൽ മുങ്ങി. അപ്പം ഹി ജസ്റ്റ് തോട്ട് ഐ എം ഗോയിങ് ടു ഡൈ എന്നുള്ള ഒരു ഫീൽ തന്നെ അവന് വന്നിട്ടുണ്ട്. ബട്ട് പിന്നെ ഹി സഡൻലി റിയലൈസ് ദാറ്റ് അത് കഴിഞ്ഞതിന് ശേഷം അവന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അവന് ഏതാണ്ട് ഉറപ്പായിരുന്നു താൻ ഓൾറെഡി ഭയങ്കര ടയേർഡാണ്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും അവിടുന്ന് പറന്നൊന്നും ഉയരാനൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് ഹി കാൺട്ട് മേക്ക് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് അതും നടക്കുന്നില്ല. അപ്പോൾ അവന് മനസ്സിലായി, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന് മനസ്സിലായി ഐ എം നോട്ട് സിങ്കിങ്, ഞാൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി പോകുന്നില്ല, ഞാനിങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്. ആൻഡ് ദസ് ഹി റിയലൈസ് ദാറ്റ് ഹി ഈസ് ഡൈവിങ്. അവൻ വെള്ളത്തിൽ കൂടെ നടക്കാനുള്ള ഒരു കപ്പാസിറ്റി, ആ ഒരു കോൺഫിഡൻസ് അവൻ എവിടുന്നോ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ദെൻ ഹി സ്റ്റാർട്ടഡ് ടു ഫ്ലൈ ആൻഡ് ഡൈവ്. അത് കുറച്ചുകൂടെ കൂടുതൽ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നു. ദാറ്റ് ഈസ് ദറ്റ് ഓൾ സ്റ്റോറി അബൌട്ട്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ആ സ്റ്റോറി. ആൻഡ് ഫ്രം ദിസ് സ്റ്റോറി വി ഗെറ്റ് ആൻ ഐഡിയ ഓഫ് the importance of parents in encouraging or motivating their children to do something in their life. അല്ലെങ്കിൽ the role played by parents in the lives of their children. കുട്ടികളുടെ ലൈഫിൽ പേരൻസ് അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെ റോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഗാർഡിയൻസ് എത്രത്തോളം ഒരു റോൾ വഹിക്കുന്നുണ്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് എൻകറേജ് ചെയ്യാൻ, അതല്ലെങ്കിൽ അവരെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ഒരു ചെറിയൊരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, ഒരു ചെറിയൊരു കാര്യം മതി, ദ ക്യാൻ മേക്ക് ദെയർ ചിൽഡ്രൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ ദാറ്റ് ഈസ് നെസസറി, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് is needed. അത്രയേ ആവശ്യമുള്ളൂ. അപ്പം ദ റോൾ പ്ലേഡ് ബൈ പാരൻസ് ഇൻ അപ്ലിഫ്റ്റിംഗ് ചിൽഡ്രൻ അല്ലെങ്കിൽ അപ്ലിഫ്റ്റിംഗ് ദ ചിൽഡ്രൻസ് ലൈഫ്. ഒന്നാമത്തെ കാര്യം അതാണ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ദ കറേജ് ആൻഡ് ദ കോൺഫിഡൻസ് ദാറ്റ് ദ യങ് സീഗൾ ഗോട്ട്. അവന് ഫ്ലൈ ചെയ്യാൻ പേടിയായിരുന്നു, ബട്ട് സ്റ്റിൽ ഒരു ആക്സിഡൻറ്റിലൂടെയാണ് അത് വരുന്നതെങ്കിലും ഹി ഗോട്ട് ദറ്റ് കറേജ് ആൻഡ് കോൺഫിഡൻസ് ടു ഡു വാട്ട് ഹി വാണ്ടഡ് ടു ഡു. അവന് ചെയ്യേണ്ട കാര്യം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ്, കറേജ് അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇൻ ഹിംസെൽഫ്, അത് അവന് ലഭിക്കുന്നുണ്ട്. ഈവൻ ദോ ഇറ്റ് വാസ് ബൈ ആൻ ആക്സിഡൻറ്റ്, ഒരു ആക്സിഡൻറ്റിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിലും ഹി ജസ്റ്റ് ഗോട്ട് ദാറ്റ് കറേജ് ആൻഡ് കോൺഫിഡൻസ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. Okay, fine. Now we are going to discuss the second chapter in the first unit, and the chapter's title is I Will Fly, and it is an adaptation. Dr. APJ Abdul Kalaminte ഒരു സ്പീച്ചിൽ നിന്നുള്ള ഒരു അഡാപ്റ്റഡ് ഫോം, ഒരു അഡാപ്റ്റേഷൻ ആണ് I Will Fly എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ.
ഓക്കെ, അപ്പം അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് വളരെ ഷോർട്ടായിട്ട് തന്നെ പഠിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം വിൽ ജസ്റ്റ് ഡിസ്കസ് വാട്ട് ഓൾ തിങ്സ് വേർ മെൻഷൻഡ് ഇൻ ദാറ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പം ഇതിൽ ആദ്യം തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത് ഇതാണ്: ദി ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഓഫ് യൂത്ത്, it is the most powerful resource on earth, above earth or in earth എന്നാണ് പറയുന്നത്. അതായത് വളരെ ജ്വലിക്കുന്ന അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള യുവത്വം, അവരുടെ ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സ് തന്നെയാണ് ലോകത്തിലേക്കും വെച്ച് അല്ലെങ്കിൽ ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സ്. അതായത് ദ പവർ എല്ലാം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ പവറും, ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഊർജ്ജസ്വലരായ യൂത്ത് അല്ലെങ്കിൽ ഒരു ടീൻ ഗ്രൂപ്പ് തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പവർ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ സ്പീച്ച് തുടങ്ങുന്നത്. ആൻഡ് ദ സ്പീച്ച് ഈസ് ഡെലിവേർഡ് ഇൻ പറവൂർ, കേരളത്തിലെ പറവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ശാസ്ത്രായൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പം നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് ഐ വിൽ ഫ്ലൈ. ആ ഒരു സ്പീച്ചിൻ്റെ കോണ്ടെക്സ്റ്റ് ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ശാസ്ത്രായൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഏതാണ്ട് 10,000-ഓളം കുട്ടികൾ അവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത്ര വലിയൊരു ഫേമസ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ ഹിസ് ഓൾസോ എ സയൻറ്റിസ്റ്റ് ആസ് വെൽ ആസ് ഫോമർ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടിയിട്ട് were gathered. ഓക്കെ, അപ്പോൾ അവർ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ഹിസ് ഈ ശാസ്ത്രായൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പ്രോഗ്രാം ഇൻറ്റൻറ്റഡ് ടു എംപവർ, അല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികളെ, ഒരു 10,000-2,000 കുട്ടികളെ ഭാവിയിലേക്കുള്ള എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സിവിൽ സർവൻസ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ഇവരൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു മോൾഡ് ചെയ്യുന്ന തക്കത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാം ആയിരുന്നു. അവർക്കൊക്കെ എങ്ങനത്തെ ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ശാസ്ത്രായൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പം അത്രയും കാര്യങ്ങളാണ് ആ ശാസ്ത്രായൻ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ട്. ആൻഡ് ദ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ദ മോട്ടോ ഓഫ് ദാറ്റ് പ്രോഗ്രാം ഇസ് ടു എംപവർ അവർ നേഷൻ യൂസിങ് സയൻസ്, അല്ലെങ്കിൽ സയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു നേഷനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ എംപവർ ചെയ്യാം, ശാക്തീകരിക്കാം. ഹൗ ക്യാൻ സയൻസ് എംപവർ എ നേഷൻ? ആ ഒരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു ആ ശാസ്ത്രായൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു എൻറ്റയർ തീം എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം തൻ്റെ ഇനാഗുറൽ സ്പീച്ചൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇനാഗുറൽ സ്പീച്ച്, ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേഴ്സ് ചെയ്യാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു, അവിടെയുള്ളവർക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവിടെ ധാരാളം കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ വളരെ മോട്ടിവേറ്റിംഗ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ തങ്ങളുടെ മുന്നിൽ കിട്ടിയപ്പം ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹാൻഡ്സ് റേസ് ചെയ്തു. Most of them raised their hands to ask questions to Dr. APJ Abdul Kalam. But as the amount, അല്ലെങ്കിൽ as the number of the questioners were very huge, ഭയങ്കര കൂടുതലായിരുന്നത് കൊണ്ട് തന്നെ he just selected a few people, കുറച്ച് ആൾക്കാരെ മാത്രം, ഒരു 14 to 15, ഒരു 10-15 ആൾക്കാരെ മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യാണ്. അപ്പം അതിൽ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അതായത് അവിടെ ചോദ്യം ചോദിച്ച കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു സ്പീച്ച് അഡാപ്റ്റേഷനിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചു. ആൻഡ് വൺ അമംഗ് ദോസ് സ്റ്റുഡൻസ്, ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ചിൽ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എത്രയേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് ക്ലാസ്സിലൊക്കെ ഭയങ്കര ഞടയെന്ന് ഉത്തരം പറയുന്ന ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. ബട്ട് ഓൺ ദി കോൺട്രറി ഹി വാസ് വെരി മീഗർ, കുറച്ച് ആവറേജ് ആയിട്ട്, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ക്ലാസ്സിൽ അങ്ങനെ ചോദ്യമൊന്നും എഴുന്നേറ്റൊന്നും ചോദിക്കാത്ത, കുറച്ച് അത്യാവശ്യം ഓക്കെ, ബട്ട് എന്നാലും അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല ആ കുട്ടി. ബട്ട് ഹി ജസ്റ്റ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. അവൻ ചോദിച്ചു, സർ, എനിക്ക് ഒരു മറൈൻ എഞ്ചിനീയർ ആവാനാണ് താല്പര്യം. ബട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എഴുന്നേറ്റ് നിന്ന്, എൻ്റെ ക്ലാസ്സിൽ പോലും ഞാൻ ഇതുവരെ ഒരു ചോദ്യം എഴുന്നേറ്റൊന്ന് ചോദിച്ചിട്ടില്ല. ഹാവ് നെവർ ബീൻ ഏബിൾ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ഇൻ മൈ ക്ലാസ്, ബട്ട് സ്റ്റിൽ നൗ ഐ എം ഗോയിങ് ടു ആസ്ക് യു സംതിങ്. അപ്പം ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ, എനിക്കൊരു മറൈൻ എഞ്ചിനീയർ ആവണം, അതാണ് എൻ്റെ ഒരു എംബിഷൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഷുഡ് ഐ ഡു, അല്ലെങ്കിൽ what should I do to become such a marine engineer, അല്ലെങ്കിൽ what should I do in order to pursue my dream, ഞാൻ എൻ്റെ ഡ്രീം പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് what should I do
ഇതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് ആ ഒരു ബോയ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഈ കുട്ടി അത്ര ആക്റ്റീവ് ഒന്നും അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ കലാം വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ്. കാരണം ഒരു കുട്ടി ഇത്രയും കറേജ് ഒക്കെ എടുത്ത് ചോദിക്കണമെങ്കിൽ ദാറ്റ് വാസ് എ പ്രെറ്റി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ ഹിം. ദാറ്റ് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ജസ്റ്റ് ആൻസേർഡ് ദാറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ദിസ് ടൈറ്റിൽഡ് പോയം. ഈ ഒരു ടൈറ്റിൽ വെച്ചിട്ടുള്ള ഒരു പോയം, ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പോയം വെച്ചിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു ആൻസർ കൊടുക്കുന്നത്. ആൻഡ് ദാറ്റ് പോയം സേസ് അബൌട്ട് the trust, the confidence, the hard works that you have to give in order to achieve your dreams. അപ്പം നിങ്ങൾ പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഉയരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫ്രം വാട്ട്? ത്രൂ യുവർ ഹാർഡ് വർക്ക്, ത്രൂ യുവർ സെൽഫ് കോൺഫിഡൻസ്, ഒരു ഇന്നർ മോട്ടിവേഷൻ, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ട്രൈ ടു ഫ്ലൈ ഹൈ. നിങ്ങൾക്ക് പറ്റുന്നത്ര ഹൈ ആയിട്ട് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പരമാവധി ഹാർഡ് വർക്ക് ചെയ്യുക. ഡു your work perfectly and then your dreams will come for you. അപ്പോൾ അദ്ദേഹം ഈ ഒരു പോയം വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ക്വസ്റ്റ്യന് ഒരു ആൻസർ കൊടുക്കുന്നത്. അപ്പം ഫ്രം ദിസ് പോയം, അല്ലെങ്കിൽ ഈ ഒരു പോയത്തിലൂടെ ഹി വാസ് മോട്ടിവേറ്റിംഗ് ദ എൻറ്റയർ പീപ്പിൾ സിറ്റിംഗ് ഓവർ ദർ ആൻഡ് ലിസണിങ് ടു ഹിം. അദ്ദേഹത്തെ ലിസൺ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേർക്ക് അദ്ദേഹം ഈ ഒരു സ്പീച്ച് വഴി, അല്ലെങ്കിൽ ഈ ഒരു പോയം റിസൈറ്റ് ചെയ്യുന്നത് വഴി ഒരു വലിയൊരു മെസ്സേജാണ് കൊടുത്തത്. അപ്പം ദാറ്റ് വാസ് ദിസ് പോയം. അപ്പോൾ ഒരു പോയത്തിലൂടെ അദ്ദേഹം ഒരു വലിയൊരു മെസ്സേജാണ് അവിടെ ഇരുന്ന ആ ഒരു സകലമാന ജനങ്ങൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത്ര തന്നെയുള്ളൂ ഈ ഒരു ചാപ്റ്റർ സമ്മറി, അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ചിൻ്റെ ഒരു കുട്ടി സമ്മറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, അപ്പോൾ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ ആൻഡ് ദ ചാപ്റ്റേഴ്സ് ടൈറ്റിൽ ഇസ് yes, the quest for its theory of everything, and it is written by Kitty Gale Ferguson. അപ്പം ഇത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്, ഒരു വളരെ അറിയപ്പെടുന്ന, ഈസ് എ വെരി ഫേമസ് സയൻറ്റിസ്റ്റ്, ഒരു ഫിസിസ്റ്റ് ഒക്കെയാണ്, ഒരു മാത്തമാറ്റീഷ്യൻ ഒക്കെ ആയിരുന്നു, മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസറൊക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വെരി മോട്ടിവേറ്റിംഗ് ആൻഡ് എൻകറേജിങ് ലൈഫ് സ്റ്റോറിയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് നോക്കുകയാണെങ്കിൽ he was not a very bright student, അത്ര ഭയങ്കര ഇൻ്റലിജൻറ്റ് ഓർ എ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഹി വാസ് എ മീഡിയം വൺ, ബട്ട് ഹി വാസ് വെരി ഹാർഡ് വർക്കിംഗ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര ഇൻ്റലിജൻ്റ് അല്ല, ബട്ട് ഹി വാസ് വെരി ഹാർഡ് വർക്കിംഗ്. അപ്പോൾ ഹാർഡ് വർക്ക്സിലൂടെ ഹി വാസ് ഡൂയിങ് തിങ്സ്, അദ്ദേഹം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരികയായിരുന്നു. ആൻഡ് ഹിസ് ഫാദർ വാസ് ഫ്രാങ്ക് ആൻഡ് ഹിസ് മദേഴ്സ് നെയിം വാസ് ഇസബെൽ ഹോക്കിംഗ്. അപ്പം ഇങ്ങനെ ഇവർ ലൈഫൊക്കെ ലീഡ് ചെയ്തുകൊണ്ട് പോവാണ്. ഹി ഡിഡ് ഹിസ് സ്കൂളിംഗ് ഫ്രം സെയിൻറ്റ് അൽബാൻ സ്കൂൾ. ആൻഡ് അപ്പം ഇദ്ദേഹത്തിന് ഹി വാണ്ടഡ് ടു പെർസ്യൂ ഹിസ് കരിയർ ഇൻ സയൻസിലൊക്കെ പോകണമെന്നായിരുന്നു കൂടുതൽ താല്പര്യം. ബട്ട് ഹിസ് പേരൻസ് വാണ്ടഡ് ഹിം ടു പെർസ്യൂ ദി കരിയർ ഓഫ് മെഡിസിന് പോകണമെന്നായിരുന്നു ആഗ്രഹം. ബട്ട് ഫൈനലി കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ലേറ്റർ ഹി ചോസ് എ സബ്ജക്ട് നാച്ചുറൽ സയൻസ് ചൂസ് ചെയ്തിട്ട് അദ്ദേഹം അത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. ആൻഡ് ഫസ്റ്റ് ഇയർ ഓഫ് കോളേജ്, ആദ്യത്തെ വർഷങ്ങൾ കോളേജിലെ ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി ടഫ് ഫോർ ഹിം. ഹി വാസ് വെരി മച്ച് ഒരുമാതിരി ഒരു ലോൺലിനെസ്, ഒരു ഡിസപ്പോയിൻറ്റഡ് ഒരു ഫീലിംഗ് ആയിരുന്നു ഹി വാസ് ഹാവിങ് ത്രൂ ഔട്ട് ദാറ്റ് ഫസ്റ്റ് ഇയർ ഓഫ് ഹിസ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദെൻ ഒരു കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹി സ്റ്റാർട്ടഡ് ടു എൻജോയ് ഹിസ് ലൈഫ്, കുറച്ചുകൂടെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഹി വാസ് വെരി കീൻ ഇൻ സ്പോർട്സ്, അല്ലെങ്കിൽ ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. അതുപോലെ തന്നെ ഹി വാസ് he had a liking for classical music. ഇതിനോടെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ലൈക്കിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ഗുഡ് ഇൻ സ്റ്റഡീസ് ഓൾസോ. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ആൻഡ് ഹി ജസ്റ്റ് വാണ്ടഡ് ടു പെർസ്യൂ ഹിസ് PhD ആൻഡ് കേംബ്രിഡ്ജിൽ PhD ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണ് അദ്ദേഹത്തിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫിസിക്കൽ ഹെൽത്തിന് ഒരു കാരണവുമില്ലാതെ ഹെൽത്ത് സ്റ്റാർട്ട് ടു ഡിറ്റോറിയേറ്റ്, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ബട്ട് ഹി ഡിഡ്ന്റ് പേ അറ്റൻഷൻ ടു എനി ഓഫ് ദീസ് ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ്. അതിനോടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധ അധികം കെയർ കൊടുത്തില്ല. ആൻഡ് ഹി ജസ്റ്റ് അദ്ദേഹത്തിന് PhDക്ക് ജോയിൻ ചെയ്യണം, കേംബ്രിഡ്ജിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ആയിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. ആൻഡ് ദി ഒഫീഷ്യൽസ് എവ്രിബഡി നിയർ ടു ഹിം സപ്പോർട്ടഡ് ഹിം, അദ്ദേഹത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എക്സാം ഒക്കെ എഴുതി. ബട്ട് ഹി വാസ് ഓൺ ദി ബോർഡർ ലൈൻ, റിസീവ്ഡ് എ ബോർഡർ ലൈൻ ഫോർ ദീസ് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് എക്സാംസ്. അപ്പോൾ അങ്ങോട്ട് കയറേണ്ട ഒരു ബോർഡർ ലൈനിലായി പോയി. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഹിസ് റിസൾട്ട്സ്. ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് കാലിബർ ആൻഡ് വിറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ
he managed to get an admission there. അപ്പം ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലുണ്ടായിരുന്ന ആ ഒരു കാലിബർ അല്ലെങ്കിൽ ആ ഒരു സെൻസ് ഒക്കെ വെച്ചിട്ട് he got admission there. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെയും ഈ ഫസ്റ്റ് ഇയർ he was very low in his studies. He was disappointed. അദ്ദേഹത്തിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു. He was not clear about as what he is studying or what he wanted to do അല്ലെങ്കിൽ what is he studying എന്നുള്ളതിനെ പറ്റിയൊന്നും അദ്ദേഹത്തിന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആഫ്റ്റർ ദിസ് ഇയർ he started to study things. കുറച്ചും കൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. He started to become more and more intelligent അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹാർഡ് വർക്കിലൂടെ അടിപൊളിയാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അന്നേരത്തേക്കും he started to have more and more physical disabilities. കുറച്ചൊരു ഡിഫോമിറ്റീസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഓൾമോസ്റ്റ് അറ്റ് എ സ്റ്റേജ് he diagnosed with ഒരു ലാറ്ററൽ സ്ക്ലറോസിസ് അദ്ദേഹത്തിന് ബാധിക്കുകയാണ്, ഒരു അസുഖം, ഒരു ഡിസീസ് ബാധിക്കുകയാണ്. ആൻഡ് ഫ്രം ദിസ് ഡോക്ടർ ഹി ഹിയർ ദിസ് ന്യൂസ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറിൽ നിന്ന് അദ്ദേഹം ഈ ഒരു ന്യൂസ് കേൾക്കുകയാണ്. ആൻഡ് ഹി വാസ് കംപ്ലീറ്റ്ലി ഷാറ്റേഡ് ബൈ ദിസ് ന്യൂസ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി ഈ ഒരു ന്യൂസ് കേട്ടപ്പോഴേക്കും. ആൻഡ് പയ്യെ സ്ലോലി ഡോക്ടേഴ്സ് വിധി എഴുതിയത് പ്രകാരം ഹി വിൽ ജസ്റ്റ് ഓൺലി ലീവ് ഫോർ 2 years മോർ, ഒരു 2 വർഷം കൂടെ മാത്രമേ ഇദ്ദേഹം ജീവിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഡോക്ടേഴ്സിൻ്റെ ഒരു കൺക്ലൂഷൻ. ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് വിൽ പവർ, ആ ഒരു ഡെഡിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ലൈഫിനോടുള്ള ഒരു പാഷനൊക്കെ കൊണ്ട് ഹി മാനേജ് ടു ഓവർകം ഓൾ ഓഫ് ദം വെൽ. ഇതിനെയൊക്കെ നല്ല രീതിക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ലൈഫിലേക്ക് ഒരു പാർട്ട്ണറെ കിട്ടുകയാണ്. ആൻഡ് ദ പാർട്ട്നേഴ്സ് നെയിം വാസ് ജെയിൻ വയൽ. അപ്പോൾ അവളെ കിട്ടുകയാണ്, ഒരു സ്ത്രീയെ കിട്ടുകയാണ് പാർട്ട്ണറായിട്ട്. ഹി വാസ് എ വെരി ഓപ്റ്റിമിസ്റ്റിക് പേഴ്സൺ. അപ്പം ഇദ്ദേഹം വളരെ നല്ല സെൻസ് ഓഫ് ഹ്യൂമർ, വിറ്റ് അല്ലെങ്കിൽ നല്ലൊരു കാലിബർ, വിൽ പവർ ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെയാണ് ഷി വാസ് അട്രാക്റ്റഡ് ടു ഹിം even though he was having difficulties, physical disabilities അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും she was attracted to him. അപ്പം she was a very optimistic person. ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ജെയിൻ വൈൽഡ്. അപ്പോൾ അവർ ലൈഫിൽ ഒന്നിക്കുകയാണ്. അപ്പോൾ ബിക്കോസ് ഓഫ് ഹെർ ഒപ്റ്റിമിസം, ഹെർ കോൺഫിഡൻസ് ഗിവിങ് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് കാരണം ഹി സ്റ്റാർട്ടഡ് ടു ബിക്കം മോർ ആൻഡ് മോർ എനർജറ്റിക്, കൂടുതൽ കാര്യങ്ങൾ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. ആൻഡ് ദെൻ ഹി അപ്ലൈഡ് ഫോർ എ ഫെലോഷിപ്പ്. അതിനുശേഷം ഒരു ഫെലോഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി മാനേജ് ടു ഗെറ്റ് ഓൾ ഓഫ് ദം, എല്ലാം കിട്ടുന്നൊക്കെയുണ്ട്. ആൻഡ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഹി ഈസ് മോർ ആൻഡ് മോർ ഇൻ ടു ഇദ്ദേഹത്തിൻ്റെ ഫീൽഡിലേക്ക് കുറച്ചും കൂടെ ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങി. ഒരുപാട് കോൺഫറൻസുകളിലും ഒരുപാട് ഡിബേറ്റ്സിലും ഒക്കെ ഹി സ്റ്റാർട്ടഡ് ടു പാർട്ടിസിപ്പേറ്റ്. ആൻഡ് ഫൈനലി ഹി സ്റ്റാർട്ടഡ് ടു അറ്റൈൻ ദ ടൈറ്റിൽ ഓഫ് എ ജീനിയസ്, ഒരു പാത്ത് ഫോളോവർ ഓഫ് ഐൻസ്റ്റീൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പാത്ത് ഫോളോവർ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി, ഒരു ടൈറ്റിൽ ഹി സ്റ്റാർട്ടഡ് ടു റിസീവ്. അപ്പം ഇദ്ദേഹം നമ്മുടെ ഐൻസ്റ്റീനെ പോലുള്ള വലിയ വലിയ ആൾക്കാരുടെ, വലിയ വലിയ ശാസ്ത്രജ്ഞരുടെയൊക്കെ തിയറീസൊക്കെ ഡീകൺസ്ട്രക്ട് ചെയ്ത് പുതിയ രീതിയിലുള്ള ആശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടന്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ദിസ് പേവ്ഡ് വേ ഫോർ ഹിസ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ, വളരെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള, ഒരു ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നുണ്ട്. ബട്ട് അതിനിടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് വല്ലാണ്ട് കൂടുന്നുണ്ട്. ഹി സ്റ്റാർട്ടഡ് സ്റ്റാമറിങ്. പിന്നെ അദ്ദേഹത്തിന് നടക്കാൻ ഹി സ്റ്റാർട്ടഡ് ടു യൂസ് എ കെയിൻ. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചേ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ചൂരലൊക്കെ ഇങ്ങനെ കുത്തി നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാമറിങ്, സംസാരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, ഒരാൾ, ഇദ്ദേഹം ഇത്ര ഒരു ജീനിയസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമം ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഫ്രം ദാറ്റ് he started to converse with the world in that manner. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ പോലും ഈക്വലൈസറുടെ സഹായത്തോടെ he was able to converse his ideas to the world. ആൻഡ് ഇത്രയൊക്കെ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ ഇത്രയൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നെങ്കിലും ഹി മാനേജ്ഡ് ഇറ്റ് വെൽ വിത്ത് ഹിസ് വിൽ പവർ ആൻഡ് ഹാർഡ് വർക്ക് അലോങ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ഹിസ് ലൈഫ് പാർട്ട്ണർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈവൻ ദോ ഹി വാസ് എ ബിറ്റ് ഫിസിക്കലി ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഫിസിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിരുന്നെങ്കിൽ പോലും വി ക്യാൻ സേ ദാറ്റ് ഹി വാസ് സക്സസ്ഫുൾ ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ അദ്ദേഹം ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നുവെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ലൈഫിൽ എസ്പെഷ്യലി ഇൻ ഹിസ് പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ ലൈഫ്, ഈവൻ ദോ ഹി വാസ് ഹാവിങ് പേഴ്സണൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസഡ്വാൻറ്റേജസ്. അപ്പം ഇതിൽ നിന്ന് വി ക്യാൻ ഇംബൈബ് ദിസ് കണ്ടന്റ് അല്ലെങ്കിൽ വി ക്യാൻ ഇംബൈബ് ദിസ് തീം ദാറ്റ് hard work or willpower and the confidence, self-confidence can make you a very good person, a person who can yield so many fruitful results. അങ്ങനെ that can lead your life into a perfection അല്ലെങ്കിൽ that can lead your life to success. അപ്പം ഇത് തന്നെയാണ് ഈ ഒരു എൻറ്റയർ സ്റ്റോറിയുടെ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പം the title was the quest for
ദ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. എവറിത്തിങ് എല്ലാത്തിനോടുമുള്ള അതിനെ എത്തിപ്പിടിക്കാനുള്ള ആ ഒരു തിയറി. ആൻഡ് ദാറ്റ് തിയറി ലൈസ് ഇൻ ദിസ് 3 words: ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, അപ്പം ഇത്ര തന്നെയുള്ളൂ ആ ഒരു ചാപ്റ്ററുടെ സമ്മറി എന്ന് പറയുന്നത്. Okay, we are going for the next chapter, and the chapters, it's a poem, and the title of the poem is If, and it is written by Rudyard Kipling. He's a British Nobel laureate. He's a very famous poet. അദ്ദേഹത്തിൻ്റെ എഫ് എന്ന് പറയുന്ന ഒരു poem ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സമ്മറി, ഒരു ഷോർട്ട് സമ്മറി ആയിരിക്കും വിൽ ബി സീയിങ്. ഓക്കെ, അപ്പം ദിസ് പോം ഇസ് എൻറ്റയർലി ആൻ ഇൻസ്പിറേഷൻ. ഒരു ഹോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ്, ആൾക്കാർക്ക് ഒരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിക്കാണ് ഈ ഒരു പോയം കണ്ടിന്യൂസ്ലി പോകുന്നത്. ഓക്കെ ഫൈൻ. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇറ്റ്സ് ഇൻ ദ ഫോമാറ്റ്, ഇറ്റ്സ് എ ഡൈഡാക്ടിക് പോയം, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് an advice given by a father to his son. അതായത് ഒരു അച്ഛൻ ഒരു മകനെ ഉപദേശിക്കുന്ന രീതിയിലാണ് ഈ ഒരു എൻറ്റയർ പോയം പോയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിലെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് വിൽ ജസ്റ്റ് സീ. ദ ഫസ്റ്റ് സ്റ്റാൻസ, ആദ്യം തന്നെ ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് കാണാം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ all about you are losing theirs and blaming it on you. അതായത് ഇവിടെ ആദ്യം തുടങ്ങുന്നത്, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നിങ്ങളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുമ്പോഴും, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങളെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും, ഇഫ് സമ്മൺ അറൗണ്ട് യു ഇസ് ക്രിട്ടിസൈസിങ് ഓർ ബ്ലെയിമിങ് യു, ജസ്റ്റ് സ്റ്റാൻഡ് എറക്റ്റ്. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്റ്റാൻഡ് എറക്റ്റ്. നിങ്ങൾക്കത് ആ ഒരു കോൺഫിഡൻസിനോട് കൂടി തന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് വാട്ട് അതേഴ്സ് ആർ സേയിങ്. ആ ഒരു കാര്യമാണ് ഈ ഒരു ഫസ്റ്റ് ലൈൻസിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നിങ്ങളുടെ അടുത്ത ആൾക്കാർ ഏത് രീതിക്കാണ്, ഇഫ് സമ്മൺ ഈസ് ബിഹേവിങ് ഇൻ എ ബാഡ് ബിഹേവിയർ ടു യു, യു ഡോണ്ട് ഹാവ് ടു ബിഹേവ് ഇൻ ദ സെയിം മാനർ. നിങ്ങളോട് ഒരാൾ മാന്യമല്ലാത്ത രീതിയിൽ ഒരു ബാഡ് ബിഹേവിയറിലാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചും ആ ഒരു രീതിയിലല്ല ബിഹേവ് ചെയ്യേണ്ടത്. In contrast to that, you have to be സാധാരണ പോലെ തന്നെ ഒരു വെർച്വസ് മാനറിൽ യു ഹാവ് ടു ബിഹേവ് ടു ദം. ഇഫ് സമ്മൺ ഈസ് ലൈയിങ് ടു യു, നിങ്ങളും തിരിച്ച് അവരുടെ അടുത്ത് ലൈ ചെയ്യല്ല വേണ്ടത്. ഓൺ കോൺട്രറി, യു ഹാവ് ടു ബി ഗുഡ് അല്ലെങ്കിൽ വെർച്വസ് ടു ദം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ബാഡ് ബിഹേവിയർ ആണെങ്കിൽ നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെയല്ല, on the contrary, you have to do നിങ്ങളുടേതായ രീതിയിൽ ഒരു വെർച്വസ് ആയിട്ടുള്ള രീതിയിൽ, നല്ലതായിട്ടുള്ള ഒരു രീതിയിൽ യു ഹാവ് ടു റെസ്പോണ്ട് ടു ദം എന്നുള്ളതാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ നമുക്ക് ഓത്തർ തരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് സ്റ്റാൻസ, രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് സമ്മൺ ഈസ് അടുത്ത പാരഗ്രാഫ്സിലേക്കൊക്കെ വരുമ്പം ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. യു വിൽ ബി ലോസിങ് യുവർ കൺട്രോൾ. നിങ്ങൾക്ക് ഒരുപാട് ജയങ്ങളും അതുപോലെ പരാജയങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാം. ഒരുപാട് ദർ വിൽ ബി ഫെയിലിയേഴ്സ് ആസ് വെൽ ആസ് ട്രയംസ്. രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. യു ഹാവ് ടു ടേക്ക് ദം ഈക്വലി. ഒരെണ്ണം വരും, ഇഫ് യു ആർ ഗെറ്റിംഗ് എ ട്രയംഫ് will be very enthusiastic അല്ലേ, നമുക്കൊരു വിജയം കിട്ടുമ്പോഴേക്കും വിൽ ബി വെരി ഹാപ്പി. ബട്ട് വെൻ വി ആർ ഗെറ്റിംഗ് എ ഫെയിലിയർ വിൽ ബി വെരി സാഡ്, വിൽ ബി ഫീലിംഗ് ഡിപ്രസ്ഡ്. അങ്ങനെയല്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഹാവ് ടു കൺസിഡർ ദം ആസ് ഈക്വൽ. രണ്ടിനും ഒരേ രീതിക്ക് ഈക്വലായിട്ട് റിയാക്ട് ചെയ്യുക, രണ്ടിനെയും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. സോ ദാറ്റ് യു വിൽ നോട്ട് ബി ഫീലിംഗ് എക്സ്ട്രാ ഡിപ്രഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ ഫീൽ ഓഫ് സാഡ്നെസ്. ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. രണ്ടിനെയും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു രീതിക്ക് വേണം നമ്മൾ കൺസിഡർ ചെയ്യുക. ഈവൻ ഇറ്റ് ഈസ് ഫെയിലിയർ ഓർ ട്രയംഫ്, ഇതിന് രണ്ടെണ്ണത്തിൽ നമ്മൾ ഒരേ രീതിക്ക് വേണം കൺസിഡർ ചെയ്യാൻ എന്നുള്ളതാണ് സെക്കൻഡ് പാര അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസിൽ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് സ്റ്റാൻസയിൽ പറഞ്ഞത്, യു ഹാവ് ടു ടേക്ക് റിസ്ക് in order to achieve something. നിങ്ങൾക്ക് റിസ്കുകൾ എടുക്കേണ്ടി വരും ഇഫ് യു വാണ്ടഡ് ടു അച്ചീവ് സംതിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കുറച്ച് കാര്യമായിട്ടുള്ള ഒരു കട്ടിയിലുള്ള സാധനം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് റിസ്ക്. നിങ്ങൾക്ക് റിസ്കുകൾ എടുക്കേണ്ടി വരും. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള വേസിലൂടെ യു ഹാവ് ടു വർക്ക്. ബട്ട് ദാറ്റ് റിസൾട്ട്സ് ഇൻ എ വെരി ഗുഡ് തിങ്. ഒരു വളരെ നല്ലൊരു റിസൾട്ടിലേക്കായിരിക്കും നിങ്ങളെ എത്തിക്കുക. അപ്പം ദ തേർഡ് സ്റ്റാൻസ് സ്പീക്സ് അബൌട്ട് യു ഹാവ് ടു ടേക്ക് റിസ്ക് in order to achieve your dreams, അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്രൂട്ട് അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യു വിൽ ഹാവ് ടു ടേക്ക് റിസ്ക്. അപ്പോൾ അത്ര തന്നെയാണ് ആ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ദി ഫോർത്ത് സ്റ്റാൻസിൽ എത്തുമ്പം എന്താണ് ആ ഒരു അഡ്വൈസിൻ്റെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാണ്, ആ ഉപദേശം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോവാണ്. യു ഹാവ് ടു ട്രീറ്റ് ഓൾ പേഴ്സൺസ് ഈക്വലി, വെദർ ഹി ഈസ് എ കിങ് ഓർ വെദർ ഹി ഈസ് എ പെസൻറ്റ്. ഒരു കിങ് ആവട്ടെ അല്ലെങ്കിൽ ഒരു പുവർ മാൻ ആവട്ടെ, ഒരു പെസൻറ്റ് ആവട്ടെ, യു ഹാവ് ടു ട്രീറ്റ് ദം ഈക്വലി. അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ഒരു കിങ് ആണ്, ഹി ഈസ് മെജസ്റ്റിക് അല്ലെങ്കിൽ റോയൽ ആണെന്നും പറഞ്ഞിട്ട് യു ഡോണ്ട് ഹാവ് ടു ഗിവ് ഹിം എക്സ്ട്രാ ഒരു എന്താണ് ഒരു കേർട്ടസി കൊടുക്കേണ്ട ആവശ്യമില്ല.
യു ഹാവ് ടു ബി ഈക്വലി കർട്ടസീഡ്, അല്ലെങ്കിൽ രണ്ട് കൂട്ടരോടും ഒരേപോലെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് വി ഹാവ് ടു ഫോളോ എന്നുള്ളതാണ് ആ ഒരു ഫൈനൽ അഡ്വൈസ്. ഫൈനൽ സെൻറ്റൻസിലെ ഫൈനൽ സ്റ്റാൻസിലേക്ക് വരുമ്പം നമ്മുടെ ഈ ഒരു പോയറ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു അഡ്വൈസ്. അപ്പം you have to treat everyone with equal courtesy, equal എന്താണ് ഒരു ബഹുമാനം, equal respect, without considering their class, caste or their financial positions or anything else. ഇതൊന്നും കൺസിഡർ ചെയ്യാണ്ട് വേണം we have to make this ആ ഒരു ഡിസ്റ്റിങ്ഷൻ, അല്ലെങ്കിൽ വി ഹാവ് ടു മേക്ക് അവർ ബിഹേവിയർ. അങ്ങനെ വേണം നമ്മുടെ ആ ഒരു ബിഹേവിയർ നമ്മൾ ഫോളോ ചെയ്യാൻ. ഇത്ര തന്നെയാണ് ഇഫ് എന്ന് പറയുന്ന ആ ഒരു പോയത്തിൽ എൻറ്റയർ സ്റ്റാൻസസിൽ നമ്മൾ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അച്ഛൻ മോനോട് കൊടുക്കുന്ന അഡ്വൈസസിൽ നമ്മുടെ അടുത്ത് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് 4 octaves, അതായത് എ ഗ്രൂപ്പ് ഓഫ് 8 ലൈൻസ്. ആ ഒരു ഫോമാറ്റിലാണ് ദിസ് എൻറ്റയർ ഫോംസ്. കണ്ടില്ലേ, ഇവിടെ ഒരു 8 ലൈനിന്റെ ഫോമാറ്റിലാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത്. 1 2 3 4 8 ലൈൻസ്. അപ്പം ഇങ്ങനെ 4 octaves ഫോമിലാണ് this entire poem goes on. അപ്പം ഇത്ര തന്നെയാണ്. പിന്നെ what you have to pay attention to is the entire poetil we see the clause, the subordinate clause if നമ്മൾ എൻറ്റയർ പോയത്തിൽ കാണുന്നുണ്ട്. അപ്പം മിക്കവാറും സെൻറ്റൻസസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എഫ് എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസ് കൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫൈനൽ സെൻറ്റൻസിലേക്ക് എത്തുമ്പോൾ വിൽ ബി സീയിങ് എ മെയിൻ ക്ലോസ്. ഒരു മെയിൻ ക്ലോസിൽ എത്തിയിട്ടാണ് അച്ഛൻ പറയുന്നത് ഇഫ് യു ആർ ഏബിൾ ടു ഫിൽ ഓൾ ദീസ്, നിങ്ങൾ ഈ പറഞ്ഞ അഡ്വൈസസ് ഒക്കെ നിന്റെ ലൈഫിൽ ഇഫ് യു ആർ ഏബിൾ ടു ഫോളോ ഓൾ ദീസ് അഡ്വൈസസ് ഇൻ യുവർ ലൈഫ്, യു വിൽ ഡെഫിനറ്റ്ലി ബിക്കം യു വിൽ ബി എ മാൻ മൈ സൺ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാല്യൂസ്, ഈ പറഞ്ഞ അഡ്വൈസസ് ഒക്കെ നിന്റെ ലൈഫിൽ നിനക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഐ ആം ഷുവർ യു വിൽ ബി എ മാൻ, ഒരു പെർഫെക്റ്റ് മാൻ ആയി മാറും നീ. ഈ പറഞ്ഞ അഡ്വൈസസ് ഒക്കെ നിനക്ക് ഫോളോ ചെയ്യാൻ, നിന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു മെയിൻ ക്ലോസ് വെച്ചിട്ടാണ് ദിസ് പോയം ഇസ് എൻഡിങ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻറ്റയർ പോയം ഇസ് ഫുൾ ഓഫ് എഫ്സ് ആൻഡ് ദ ടൈറ്റിൽ ഓഫ് എ പോയം ഇസ് എഫ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് എഫുകളുള്ള ഒരു പോയം, ഇഫ് എന്ന് പറഞ്ഞാൽ ഈ സബോർഡിനേറ്റ് ക്ലോസ് ഉള്ള ഒരു പോയത്തിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഇഫ് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ. ഓക്കെ, അപ്പോൾ അത്ര തന്നെയാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്. ആൻഡ് ഇതിൽ ഇത്ര തന്നെയുള്ളൂ. ദെൻ വി ഹാവ് സർട്ടൻ സിംബൽസ് ഇൻ ദിസ് പോയം. ഈ പോയത്തിൽ കുറച്ച് സിംബൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിംബൽസ് ഉണ്ട്, അതുപോലെ കുറച്ച് കോൺട്രാസ്റ്റുകൾ, അതായത് ട്രയംഫ് ആൻഡ് ഫെയിലിയേഴ്സ്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. ഐ വിൽ ജസ്റ്റ് ഷോ യു ദാറ്റ് തിങ്. ട്രയംഫ് ആൻഡ് ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്, ട്രയംഫ് ആൻഡ് ഫെയിലിയേഴ്സ്. ദെൻ നെക്സ്റ്റ് നെർവ് ആൻഡ് സിന്യൂ. ഇത് ഇറ്റ്സ് എ സിമ്പിൾ, അതായത് സിമ്പിൾ ഓഫ് എന്താണ് ഒരു സ്ട്രെങ്ത്, ഒരു പവർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു സിമ്പിളാണ് നെർവ് ആൻഡ് സിന്യൂ. ഇതൊക്കെ ഈ പറഞ്ഞ രീതിക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സിംബൽസ് ആണ്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കുറച്ച് കോൺട്രാസ്റ്റുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിങ്സ് ആൻഡ് കോമൺ മാൻ രണ്ടും വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള തിങ്സ് ആണ്. ആൻഡ് ഫൈനലി ദ പോയം സ്പീക്സ് അബൌട്ട് ഇഫ് യു ഡു ഓൾ ദീസ് തിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു വിൽ ബി എ പെർഫെക്റ്റ് മാൻ. അപ്പം ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇത്ര തന്നെയുള്ളൂ. ദിസ് പോയം ഇസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് വൺ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഇഫ് എന്ന് പറയുന്ന പോയം. ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. സെക്കൻഡ് യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ് ആൻഡ് ദെൻ ഗാന്ധി കേം ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. അപ്പം അദ്ദേഹത്തിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ആ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുറച്ച് ഭാഗങ്ങളാണ് വി ആർ ഡിസ്കസിങ് ഇൻ ദിസ് ചാപ്റ്റർ. ആൻഡ് ദെൻ ഗാന്ധി കേം, അതായത് ഫ്രം ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു ടൈമിനെ പറ്റിയിട്ടാണ് ദ എൻറ്റയർ ചാപ്റ്റർ സ്പീക്സ് അബൌട്ട്. അപ്പം ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ് ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും ഒരു ഒട്ടർ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. എല്ലായിടത്തും സമാധാനങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ ഒരുപാട് അസോസിയേഷൻസും പരിപാടികളൊക്കെ സ്ഥാപിച്ചു വരുന്ന ഒരു ടൈമാണ്. ബട്ട് ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രിട്ടീഷേഴ്സാണ് ഇവിടെ ഈ പറഞ്ഞ പരിപാടികളൊന്നും ഫോളോ ചെയ്യാണ്ട് കാര്യങ്ങളൊക്കെ അവരുടെ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പീപ്പിൾ വേർ അണ്ടർ സ്ട്രെസ്. അവരെല്ലാവരും വളരെ
ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും. ആ ഒരു കറക്റ്റ് ടൈമിനാണ് ഗാന്ധി അപ്പിയേഴ്സ് ടു ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്, അദ്ദേഹം ഇന്ത്യയിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഐഡിയോളജീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഐഡിയോളജീസ് ആണ്. ഫിയർലെസ്നെസ്, നോൺ വയലൻസ്, ഇത്ര തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയോളജീസ്. അപ്പം നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ വി ഇന്ത്യൻസ് വെർ എഫ്രൈഡ് ഓഫ് എവറിത്തിങ്. നമുക്ക് എല്ലാത്തിനെയും പേടിയായിരുന്നു. വി വെർ എഫ്രൈഡ് ഓഫ് ദി പോലീസ്, വി വെർ എഫ്രൈഡ് ഓഫ് ദി ബ്രിട്ടീഷേഴ്സ്, നമുക്ക് എല്ലാത്തിനും. ലാൻഡ് ലോഡ്സ്, വി വെർ എഫ്രൈഡ് ഓഫ് ദി ലാൻഡ് ലോഡ്സ്, എവറിത്തിങ്, വി ഫിയർഡ് എവറിത്തിങ്. And the main thing Gandhiji said to this generation, this people, this afraid group of people is that don't be afraid. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. We are living in our own country. We don't have to be afraid of anyone else. ഈ ഒരു ഫോറിനേഴ്സിനെ കണ്ടിട്ട് you don't have to be afraid of anyone else. ഇതാണ് ഗാന്ധിജി ആദ്യം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഐഡിയ. അപ്പം ഗാന്ധിജിയുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുകയുണ്ടായി. അത് ആദ്യം കേട്ടപ്പോഴേക്കും ഒരുപാട് പേര് അതിനെ എതിർത്തു, കുറച്ച് പേരൊക്കെ വളരെയധികം ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞൊരു മിഡ് സ്റ്റാൻഡിൽ ഒരുപാട് പേര് നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിവേസ് ഇറ്റ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ദി people and his teachings were very famous among the peoples. ഇനി അടുത്തത് ഗാന്ധിജി ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ്, ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. ബിക്കോസ് ആദ്യം മാറേണ്ടത് മനുഷ്യൻ്റെ the mind of the people, the mindset of the people should be changed before any other changes. ആദ്യം മാറേണ്ടത് മനുഷ്യൻ്റെ മനസ്സാണ്, മനസ്സിലെ ഇത്തരത്തിലുള്ള തോട്ട്സ് ആണ്. ഈ ഭയങ്കരമായിട്ടുള്ള പേടി, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കീഴിലാണ്, they are under their rule, we can't do anything more എന്നുള്ള ആ ഒരു ഫീലായിരുന്നു ആദ്യം മാറേണ്ടിരുന്നത്. അപ്പം ഗാന്ധിജി ആദ്യം ചെയ്തത് ഒരു സൈക്കോളജിക്കൽ റെവല്യൂഷൻ, ആൾക്കാരുടെ മനസ്സിനെ, ആ ഒരു മൈൻഡ് സെറ്റിനെ he wanted to change it into a completely upside down തിരിക്കണമായിരുന്നു. അതായത് ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് he just wanted to turn it down. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും, ബിക്കോസ് we are living in our own nation എന്ന് പറയുന്ന ഒരു പോളിസി ആയിരുന്നു ഗാന്ധിജി അഡോപ്റ്റ് ചെയ്തിരുന്നത്. ദെൻ ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ടു ഫോൾഡ് ആക്ഷൻ ആയിരുന്നു മെയിൻലി ഇന്ത്യയിൽ അദ്ദേഹം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ടു റിവോൾട്ട് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ ദി ഫോറിനേഴ്സ്, അവർക്കെതിരെ റിവോൾട്ട് ചെയ്യുക. അപ്പം അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി, ആ ഒരു വഴി, ആ ലെഗസി വഴി ഹി സ്റ്റാർട്ടഡ് ടു ഇൻസ്പയർ ഓൾ ദീസ് പീപ്പിൾ അറൗണ്ട് ഹിം. രണ്ടാമത്തെ ഒരു ഫോൾഡ് ഓഫ് പാത്ത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഓൾ ദി സോഷ്യൽ ഇവിൾസ് എക്സിസ്റ്റിംഗ് ഇൻ ദാറ്റ് സൊസൈറ്റി. രണ്ടാമത്തെ ഒരു സോഷ്യൽ ഇവിള് ഇന്ത്യയിൽ ആ കാലത്ത് ഉണ്ടായിരുന്നത് ഭയങ്കരമായ അനാചാരങ്ങൾ, സോഷ്യൽ ഇവിൾസ്. ഫോർ എക്സാമ്പിൾ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ കാസ്റ്റിസം, അതുപോലുള്ള ഒരുപാട് ഈവൽസ്, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് അപ്പർ ക്ലാസ് ആണ്, ഇവരെ കണ്ടുകൂടാ, അവരുടെ കൂടത്ത് നടന്നുകൂടാ, അവരുടെ കൂടത്ത് ഭക്ഷണം കഴിച്ചുകൂടാ, ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ, അതൊക്കെ ഒരുപാട് ഭയങ്കര എക്സ്പ്രസീവായിട്ട്, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു ആ ഒരു ബ്രിട്ടീഷേഴ്സിൻ്റെ ഭരണം, അല്ലെങ്കിൽ നമ്മുടെ കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം രണ്ട് തരത്തിലുള്ള ഈ ഫോൾഡുകളാണ് തീരുമാനിച്ചത്. ഫസ്റ്റ് വൺ വാസ് ടു റിഫ്ലക്ട് അല്ലെങ്കിൽ ടു റിയാക്ട് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷേഴ്സ് ഓഫ് ദി ഫോറിൻ കൺട്രോൾ, ആൻഡ് ദ സെക്കൻഡ് ഫോൾഡ് വാസ് to react against the social evils that are eating the society. അത് നമ്മുടെ സൊസൈറ്റിനെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന സോഷ്യൽ ഇവൽസിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തിരുന്ന രണ്ട് ഫോൾഡ് ഓഫ് പാത്തുകൾ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പേര് നമ്മുടെ ഗാന്ധിജിയുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലൂടെയൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് അന്നത്തെ നാട്ടിൽ അവർക്കുണ്ടായിരുന്ന ഒരുപാട് ടൈറ്റിൽസ്, അതായത് ബ്രിട്ടീഷേഴ്സ് ഓരോരുത്തർക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും they'll be given titles. നിങ്ങൾ ഇന്ന സ്ഥാനം കൊടുത്തിരുന്നു, ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗാന്ധിജിയുടെ ഈ പറഞ്ഞ ഐഡിയോളജീസിലൊക്കെ വളരെയധികം ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് പേര് ഇവരുടെ ഈ ടൈറ്റിൽസും അവരുടെ ആ നാട്ടിലുണ്ടായിരുന്ന സ്റ്റേറ്റസും ഒക്കെ വേണ്ട എന്ന് വെക്കാൻ വരെ തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പം ദാറ്റ് വാസ് ദി പവർ ഓഫ് ഹിസ് സ്പീച്ചസ്, ഹിസ് ഐഡിയോളജീസ്. ആൻഡ് ദെൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഹി വാസ് എ ഹിന്ദു. അപ്പം അദ്ദേഹത്തിന് തൻ്റെ റിലിജനിൽ ഹി വാസ് വെരി റെസ്പെക്റ്റബിൾ, അല്ലെങ്കിൽ അത്രയധികം ഒരു സന്തോഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റിലിജനോട്. ബട്ട് ഹി ജസ്റ്റ് ഡിഡ്ന്റ് സീ ഹിന്ദു ആസ് എൻ ഓൺലി റിലിജിയൻ.
അപ്പം ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു ഓൺലി റിലിജൻ, അത്രയും ഒരു ചെറിയൊരു ബൗണ്ടറിയിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ടായിരുന്നില്ല മഹാത്മാഗാന്ധി കണ്ടത്. വെറാസ് ഹി വ്യൂഡ് ഇറ്റ് ആസ് എ ഹോൾ, ഒരു മുഴുവനായിട്ടുള്ള ഒരു എസെൻസ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് കാസ്റ്റുകളുണ്ട്, ഒരുപാട് റിലിജൻസ് ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സിഖ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹിന്ദുസ് ഉണ്ടാവാം, ഇങ്ങനെ ഒരുപാട് കാസ്റ്റുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു മിക്സ് ആയിട്ടായിരുന്നു ഈ ഒരു ഹിന്ദു റിലിജ്യൻ, അല്ലെങ്കിൽ ആ ഒരു എസെൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിലൂടെയും മറ്റ് എല്ലാ കാര്യങ്ങളിലൂടെയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസിലെ പ്രത്യേകതകൾ. ആൻഡ് ദ ഫിയർലെസ്നെസ്, അത് നോൺ വയലൻസ്, ഇക്കാര്യങ്ങൾക്ക് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ആൻഡ് ദീസ് ഹെൽപ്ഡ്, അല്ലെങ്കിൽ ദീസ് ഇൻസ്പയർഡ് എൻറ്റയർ പീപ്പിൾ ഡ്യൂറിങ് ദറ്റ് ടൈം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ് ഓർ ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ഫോറിനേഴ്സ് ആൻഡ് ടു അച്ചീവ് അവർ ഫ്രീഡം. അപ്പം ഇത്രയുമാണ് ഗാന്ധിജി നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം, ആൻഡ് ദെൻ ഗാന്ധി കെയിം, ആ ഒരു ടൈമിൽ ഗാന്ധിജി ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ പറ്റി ഡിസ്കവറി ഓഫ് ഇന്ത്യ കണ്ടെത്തൽ എന്ന് പറയുന്ന തൻ്റെ ഒരു ബുക്കിലൂടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇത്ര തന്നെയാണ് ഗാന്ധിജി ഇവിടെ വന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു മാറ്റേഴ്സ്. എത്രയുമാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റു തൻ്റെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇത്ര തന്നെയുള്ളൂ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് കേട്ടോ. ഐ എം നോട്ട് ഡിസ്ക്രൈബിങ് ഇറ്റ് ആസ് എ വെരി ഹോൾ തിങ്, ബട്ട് മെയിൻ പോയിന്റ്സ് ഇത്ര തന്നെയാണ്. യു ക്യാൻ ജസ്റ്റ് ആഡ്, നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് യു ക്യാൻ ജസ്റ്റ് ആഡ് ടു ദീസ് തിങ്സ് ആൻഡ് യു ക്യാൻ മേക്ക് എ വെരി ഗുഡ് എസ്സേ ഔട്ട് ഓഫ് ദിസ് സമ്മറി. ഓക്കെ, അപ്പം ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. Okay, fine. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ പോവാണ്. ആൻഡ് ദ ചാപ്റ്റേഴ്സ് ടൈറ്റിൽ ഈസ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ പ്രബന്ധ് കുമാർ മഖോപാധ്യായ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി, ഒരു വെരി നൈസ് ആൻഡ് സ്മോൾ സ്വീറ്റ് സ്റ്റോറിയാണ്, ഒരു സിമ്പത്തറ്റിക് സ്റ്റോറിയാണ്, കുറച്ച് ഇമോഷണലൊക്കെ നമ്മളെ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ആ ഒരു സ്റ്റോറിയിൽ പറയുന്നതെന്ന് നോക്കാം. അപ്പം ഇവിടെ ദ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗുപ്ത. ഹീസ് എ സിവിൽ സെർവൻറ്റ് അണ്ടർ ഗോയിങ് ട്രെയിനിങ് ഇൻ ലണ്ടനിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ട്രെയിനിങ്ങിൽ അണ്ടർഗോ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിവിൽ സെർവൻറ്റ് ഫ്രം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആളാണ് ഗുപ്ത. ആൻഡ് ഹീ ഈസ് ലിവിങ് ഇൻ ലണ്ടനിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അദ്ദേഹം ഒരിക്കലും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടീനെ പരിചയപ്പെടുകയാണ്. ആൻഡ് ഹെർ നെയിം ആൽസി മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ് അവളുടെ പേരെങ്കിലും അവളെ യൂഷ്വലി കോൾ ചെയ്യുന്നത് മാഗി എന്നാണ്. അപ്പോൾ വീൽ ഓൾസോ കോൾ ഹർ മാഗീനെ പരിചയപ്പെടുകയാണ്. അപ്പം ഇവളെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ ഇവളുടെ സംസാരത്തിൽ നിന്ന് ഷി വാസ് വെരി കീൻ അബൌട്ട് ഇന്ത്യ, ടു നോ അബൌട്ട് ഇന്ത്യ. അവൾക്ക് ഇന്ത്യനെ പറ്റി അറിയാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം ഇതുകൊണ്ട് തന്നെ, ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഗുപ്ത വാസ് വെരി മച്ച് ക്യൂരിയസ് അബൌട്ട് ഹെർ. അപ്പോൾ ഇവളെപ്പറ്റി കൂടുതൽ അറിയാൻ വളരെ ഒരു ആകാംക്ഷ നമ്മുടെ ഗുപ്തയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ഇവൾ ഇത്രയും അധികം ഇന്ത്യനെ പറ്റി എക്സൈറ്റഡ് ആയിരിക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു പെൺകുട്ടി, നമ്മുടെ മാഗി എന്ന് പറയുന്ന ഒരു ഗേൾ, ആ കുട്ടി വെറും 13 വയസ്സ് മാത്രമുള്ള തൊട്ടടുത്തുള്ള ഒരു ഓഫീസിൽ ഒരു ടൈപ്പിസ്റ്റിൻ്റെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അവൾക്കിപ്പം അവളുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ആൻഡ് ഹി ഓൾസോ ഹാവ് എ ബ്രദർ, അവൾക്കൊരു ബ്രദർ ഉണ്ട്. ആൻഡ് ഹി ഈസ് വർക്കിംഗ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രദറാണ് ഫ്രാങ്ക്. അവളുടെ ബ്രദറുടെ പേര് ഫ്രാങ്ക് എന്നാണ്. അപ്പോൾ ഹി ഈസ് വർക്കിംഗ് ഇൻ ഇന്ത്യ. അപ്പം ഇതാണ് ഇവൾക്ക് ഇന്ത്യനെ പറ്റി അറിയാൻ ഇത്രയധികം ഒരു ഇൻട്രസ്റ്റ്. അപ്പം എങ്ങനെയാണ് ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും, ഇവളുടെ ബ്രദറിനെ പറ്റി അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ആയിരിക്കണം. ഷീ ഈസ് ജസ്റ്റ് ദാറ്റ് ഈസ് വൈ ഷീ ഈസ് മേക്കിംഗ് കമ്പനി വിത്ത് നമ്മുടെ ക്യാരക്ടറുമായിട്ട്, ഗുപ്തയായിട്ട് കുറച്ചൊരു കമ്പനി ആവാനുള്ള കാരണം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗുപ്ത മാഗിയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല കമ്പനി ആവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇയാളെ ഗുപ്തേനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം അവളുടെ ചെന്നപ്പോഴേക്കും അവളുടെ അമ്മേനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അമ്മേനെ മീറ്റ് ചെയ്ത് ഇവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ, ഹെർ മദർ ഈസ് വെരി ആങ്ഷ്യസ് അബൌട്ട് ഹെർ സൺ. ഫ്രാങ്കിനെ പറ്റി ഈ മദർ ഭയങ്കര ആങ്ഷ്യസ് ആണ്. ബിക്കോസ് ഹീ ഈസ് ബീൻ ഇൻ ഇന്ത്യ ബട്ട് നോ അതർ ഇൻഫർമേഷൻസ് അബൌട്ട് ഹിം ഈസ് ബീങ് ഗിവൺ ടു ദം. ഇവർക്ക് ഇവനെപ്പറ്റി യാതൊരു ഇൻഫർമേഷൻസും ഇതുവരെ അധികം കിട്ടിയിട്ടില്ല. ദി ഓൺലി ഇൻഫർമേഷൻ ദാറ്റ് ദേ ഗോട്ട് ഫ്രം ഇന്ത്യ അബൌട്ട് ഹിം ആസ് എ ക്രിസ്റ്റൽ, ഒരു ക്രിസ്റ്റൽ റിംഗ് പോലെ ഒരു സാധനം, ഒരു ക്രിസ്റ്റൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇവരുടെ അമ്മയുടെ ഈ ഇത്രയും അധികം ഉത്കണ്ഠ ഉണ്ടാവാൻ കാരണം, ആങ്സൈറ്റി ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ അമ്മയുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വ്യൂ പ്രകാരം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആനിമൽസ്, സ്നേക്സും അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസും ഒക്കെ ഉള്ളൊരു കുറച്ച് ഫോറസ്റ്റി ആയിട്ടുള്ളൊരു നാടാണ്. അപ്പോൾ എന്തെങ്കിലും മോന് പറ്റിയിട്ടുണ്ടാവോ എന്നുള്ളൊരു ഭയമാണ് ഈ അമ്മയുടെ മനസ്സ് നിറയെ. അപ്പോൾ അതുകൊണ്ടാണ് ഷീ ഈസ് വെരി ആങ്ഷ്യസ് അബൌട്ട് ഹിസ് സൺ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഒരു ഇന്ത്യക്കാരനായ ഒരാളെ കൊണ്ടുവന്നപ്പോഴേക്കും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആൻഡ് ദിസ് മദർ ഇസ് ഷോയിങ് ദിസ് ക്രിസ്റ്റൽ
ടു ഗുപ്തേനെ ഈ ഒരു ക്രിസ്റ്റൽ കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ക്യാൻ യു ടെൽ എനിത്തിങ് അബൌട്ട് അ സൺ? ഇത് നോക്കിയിട്ട് നമ്മുടെ മകൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ അയച്ചു കിട്ടിയതാണ്, ഇത് നോക്കിയിട്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസപ്രകാരം ഹിന്ദു ആയിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഈ ഒരു ക്രിസ്റ്റലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ക്യാൻ പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബിലീഫായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു ഐഡിയ ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ബട്ട് ഗുപ്ത നോക്കിയിട്ട് ഹി കാൺട്ട് മേക്ക് എനിത്തിങ് ഔട്ട് ഓഫ് ദാറ്റ് ക്രിസ്റ്റൽ. അദ്ദേഹത്തിന് നോക്കിയിട്ട് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഹി സെഡ് നോ, ഐ കാൺട്ട് മേക്ക് എനിത്തിങ് ഔട്ട് ഓഫ് ദിസ്, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ കൈയൊഴിയാണ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, അപ്പോൾ അവർ ഓക്കെ ഫൈൻ, ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചത് മേടിച്ച് വെക്കുകയാണ്. ആൻഡ് ബാക്കിയുള്ള ദിവസങ്ങൾ കുറേ കാലമൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഗുപ്ത ആൻഡ് മാഗി ബിക്കം ക്ലോസ് ഫ്രണ്ട്സ്. അവർ വളരെ ക്ലോസ് ആവുന്നുണ്ട്. ഗുപ്ത ഇടയ്ക്ക് മാഗിനെ, ഈ ഗേളിനെ പുറത്ത് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് ഹിസ് ഗെറ്റിംഗ് എ കോൾ, അല്ലെങ്കിൽ ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, മാഗിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഷീ ഈസ് സിക്ക് ആൻഡ് ഹി വാണ്ടഡ് ടു സീ ഹിം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അമ്മ ഈസ് വെരി ആങ്ഷ്യസ്, ദിസ് മദർ ഈസ് വെരി ആങ്ഷ്യസ് അബൌട്ട് ഹിസ് സൺ ഫ്രാങ്കിനെ പറ്റിയിട്ട് ഭയങ്കര അസ്വസ്ഥയായിട്ട് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന് ഈ അസുഖമൊക്കെ വന്നത്. അപ്പം ഇവർ വീണ്ടും ഇയാളെ ഗുപ്തേനെ ഈ ക്രിസ്റ്റൽ എടുത്തിട്ട് കാണിക്കുകയാണ്, ക്യാൻ യു ജസ്റ്റ് സേ എനിത്തിങ് അബൌട്ട് മൈ സൺ? ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മോനെ എങ്ങനെ ഇരിക്കുന്നു എന്നെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അപ്പം അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ഗുപ്ത ഇസ് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് ആവുകയാണ് ടു മേക്ക് എ ലൈ. അപ്പോൾ അദ്ദേഹം ഈ ക്രിസ്റ്റൽ നോക്കിയിട്ട് പറയുകയാണ്, യെസ് യുവർ സൺ ഇസ് സേഫ്, നിങ്ങളുടെ സണ്ണിന് കുഴപ്പമൊന്നുമില്ല, അവൻ ഇന്ത്യയിൽ സുഖമായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയാണ്. ബട്ട് ബൈ ദിസ് ടൈം, ഈ സമയം ഇദ്ദേഹം പറയുന്നത് ഒരു ഒരു കള്ളമായി പോവാണ്. അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, ബട്ട് അത് നാച്ചുറലി ഒരു കള്ളമായി പോവാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവിടെ ഇന്ത്യയിൽ ഒരു യുദ്ധത്തിൽ നമ്മുടെ ഫ്രാങ്ക് ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അമ്മേനെയൊക്കെ സമാധാനിച്ച് അമ്മ ഏതാണ്ട് ഓക്കെ ആവുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഹി കെയിം ടു നോ ദാറ്റ് ദിസ് ഫ്രാങ്ക് വാസ് കിൽഡ് ഇൻ എ വാർ ഇൻ ഇന്ത്യ. അപ്പം ഇത് നമ്മുടെ മാഗി അറിയുന്നുണ്ട്. ആൻഡ് വെൻ ഹി വാസ് പാക്കിംഗ്, നമ്മുടെ ഗുപ്ത അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജോലി ട്രെയിനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വെൻ ഹി വാസ് പാക്കിംഗ് ഹിസ് ലഗേജ് ടു ഗോ ബാക്ക് ടു ഇന്ത്യ, നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മാഗി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഷില്ലിങ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ക്യാൻ യു ജസ്റ്റ് ബൈ എ പാക്ക് ഓഫ് ഫ്ലവേഴ്സ്, ഒരു ഫ്ലവറിൻ്റെ ഒരു ഇത് വാങ്ങിയിട്ട് ക്യാൻ യു ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ മൈ ബ്രദേഴ്സ് ഗ്രേവ്, എൻ്റെ ചേട്ടൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫ്രാങ്കിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു ബൊക്ക അവിടെ കൊണ്ട് വെക്കാമോ എന്ന് ചോദിച്ചിട്ട് ഷീ ഈസ് ഗിവിങ് എ ഷില്ലിങ് ടു ഗുപ്ത. അപ്പോൾ ഗുപ്തയുടെ അടുത്ത് കൊടുത്തിട്ട് അവൾ പോവാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഷീ ഈസ് വെരി മച്ച് ഇൻ ലവ് വിത്ത് ഹർ ബ്രദർ. അവൾക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് വെരി സാഡ് അബൌട്ട് ഹർ ഹിസ് ഏർലി ഡിമൈസ്, പെട്ടെന്ന് മരിച്ചു പോയതിൽ അവൾക്ക് വളരെയധികം സങ്കടമുണ്ട്. അപ്പം ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ഹെർ ലവ്, അവൾക്ക് എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒന്നും അല്ല. ബിക്കോസ് ദേ ആർ പുവർ, അവർക്ക് ഒരുപാട് സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്ത ഒരാൾക്കാരാണ്. ബിക്കോസ് നമ്മൾ ആദ്യമേ പറഞ്ഞു അവളൊരു ടൈപ്പിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ ഇവളും മാത്രമേ ഉള്ളൂ, വിഡോഡാണ് അമ്മ, അച്ഛൻ നേരത്തെ പരിച്ചു പോയവരാണ്. അപ്പം അതുകൊണ്ട് കൂടുതലൊരു സാമ്പത്തിക ശേഷിയൊന്നും ഇവർക്കില്ല. ബട്ട് അപ്പോൾ ഇവൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഈ ഒരു പൂവ് എൻ്റെ ബ്രദറിൻ്റെ കല്ലറയിൽ ഗ്രേവിലൊന്ന് വെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഗുപ്ത അക്സെപ്റ്റ് ദിസ് മണി ആൻഡ് ഹി ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ് തിങ്. എന്തിനാണ് ഇപ്പോൾ ഇവള് പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയല്ല, അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് എനിക്ക് ആ ഒരു പൂ വെക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബട്ട് ഹി റിയലൈസസ് ദാറ്റ് ദിസ് മണി, ഈ ഒരു കുട്ടി മണിയാണെങ്കിലും ചെറിയൊരു എമൗണ്ട് ഓഫ് മണി ആണെങ്കിലും ഇറ്റ് ഈസ് ദി ഹാർഡ് വർക്ക്, അവൾ ചെയ്ത ജോലിയുടെ ഇറ്റ് ഡിനോട്ട്സ് ദി ലവ് ഫോർ ഹെർ ബ്രദർ. അവൾ അധ്വാനിച്ച ഒരു പങ്കാണ് അവളുടെ ബ്രദറിന് വേണ്ടിയിട്ട് അവളുടെ ബ്രദറിൻ്റെ ഗ്രേവിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവേഴ്സ് വാങ്ങണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു പൈസ അദ്ദേഹം സ്വീകരിച്ചിട്ട് ആൻഡ് ഹീ ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു ഇന്ത്യ ആൻഡ് ഹീ ഈസ് ഡൂയിങ് വാട്ട് എവർ ഇസ് നീഡഡ് ഫോർ ദി ഗേൾ. മാഗിക്ക് വേണ്ടിയിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഇറ്റ്സ് എ വെരി നൈസ് സ്റ്റോറി, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു വെരി സ്മോൾ സ്റ്റോറിയാണ്. അപ്പം ഇതിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാഗി ആൻഡ് ഗുപ്ത, ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. ആൻഡ് ഹെർ ലവ് ഫോർ മാഗീസ് ലവ് ഫോർ ഹെർ ബ്രദർ, അതും നമ്മൾ നല്ലോണം കാണുന്നുണ്ട്. ആൻഡ് ദി ആങ്ഷ്യസ് നേച്ചർ ഓഫ് ഹെർ മദർ ബിക്കോസ് ഓഫ് ഹെർ തോട്ട്സ് അബൌട്ട് ഇന്ത്യയുടെ ആ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഫോറസ്റ്റി അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ടൊക്കെ അമ്മയുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഷീ ഈസ് ഗെറ്റിംഗ് ടെൻസ്ഡ് അബൌട്ട്, അല്ലെങ്കിൽ മോനെ പറ്റിയിട്ട് ഭയങ്കര ആങ്ഷ്യസ് ആവുന്ന ഒരു മദറിനെയും വി ആർ സീയിങ് ഇൻ ദിസ് സ്റ്റോറി. അപ്പം ഈ ഒരു സ്റ്റോറി ഇത്ര തന്നെയുള്ളൂ, വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോവാണ്. ഇറ്റ്സ് ഓൾസോ എ പോം entitled Death the Leveler. Okay, and it is written by James Shirley. But this is a hauntingly philosophical poem. ഒരു philosophical poem ആണ് about death.
മരണത്തെ പറ്റിയിട്ടുള്ള ആൻഡ് ഹൗ ഡെത്ത് ഡിമൈസസ് അല്ലെങ്കിൽ ഹൗ ഡെത്ത് ഡിസ്ട്രോയ് ഓൾ ദി പ്രൈഡ് ആൻഡ് ഫോംസ് ഓഫ് ഹ്യൂമൻസ്. മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളും അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഒക്കെ എങ്ങനെ മരണത്തിന് ഇല്ലാണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ പോം, വളരെ ഹോണ്ടിങ്ലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പോമാണ് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ വിൽ ജസ്റ്റ് ഡിസ്കസ് എന്തൊക്കെയാണ് ഇതിൽ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഓരോ സ്റ്റാൻസിലും എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത് വിൽ ജസ്റ്റ് ഡിസ്കസ്. ആദ്യത്തെ സ്റ്റാൻസ ഇറ്റ്സ് എ മെറ്റഫോർ. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്, ദി ഗ്ലോറീസ് ഓഫ് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. അതായത് നമുക്കിപ്പം ഉള്ള സ്റ്റേറ്റസ് അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് അതെല്ലാം അതിൻ്റെ ഗ്ലോറീസ് എല്ലാം ദേ ആർ മിയർ ഷാഡോസ്. അതൊരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതെല്ലാം വെറും നിഴൽ പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും മങ്ങിപ്പോവാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റേറ്റസും അതുപോലെ തന്നെ നമുക്കുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം. ആൻഡ് ദർ ഈസ് നോ ആമർ അഗൈൻസ്റ്റ് ഫേറ്റ്. അപ്പം ഇതൊന്നും ഒരിക്കലും മനുഷ്യനുള്ള ഈ പറഞ്ഞ സ്റ്റേറ്റസോ അല്ലെങ്കിൽ പണമോ പദവിയോ ഒന്നും മനുഷ്യനെ തൻ്റെ വിധിയെ എതിർക്കാൻ പാകത്തിനുള്ള ഒരു പടച്ചിട്ടയായിട്ടൊന്നും ഒരിക്കലും നിൽക്കത്തില്ല. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഡെത്ത് ക്യാൻ ലേ ഇറ്റ്സ് ഐസി ഹാൻഡ്സ് ഓൺ ഹ്യൂമൻസ്. അതായത് കിങ്സിൻ്റെ മേലും രാജാക്കന്മാരുടെ മേലായാൽ പോലും മരണം തൻ്റെ തണുത്ത കൈകൾ അവരിലേക്ക് എത്തിക്കും. അതിപ്പം രാജാവാണെന്നുള്ളൊരു നോട്ടോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യനാണെന്നോ ഒന്നും മരണം നോക്കില്ല. ഡെത്ത് ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എവ്രി വൺ. ഇവിടെ പറയുന്നുണ്ട് സ്കെപ്ചർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ ആൻഡ് ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് ദ പുവർ ക്രൂക്കഡ് സ്കിത്തി ആൻഡ് സ്പെയ്ഡ്. അപ്പം ഇവിടെ സ്കെപ്ചർ ആൻഡ് ക്രൗൺ എന്ന് പറയുമ്പം ഇവിടെ ഇറ്റ്സ് എ മെറ്റോണിം. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പാട്ടിനെ, അതായത് കിരീടവും ചെങ്കോലും എന്നൊക്കെ നമ്മൾ പറയും. അവിടെ രാജാവിനെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വൺ പാർട്ട് സ്റ്റാൻഡ്സ് ഫോർ എ ഹോൾ പേഴ്സൺ. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം കിരീടവും ചെങ്കോലും ഉള്ള ഒരു രാജാവാണെങ്കിലും ഇഫ് ഒരു ചെറിയ ഭയങ്കര പാവപ്പെട്ട ഒരു ഫാമർ, അതായത് അരിവാളും അരിവാളും കത്തിയൊക്കെ ആയിട്ട് തൂമ്പയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പാവപ്പെട്ട ആളാണെങ്കിലും രണ്ടുപേരും മരണത്തിന് മുമ്പിൽ ദേ ആർ ഈക്വൽ. രണ്ടുപേർക്കും കൂടുതൽ ഡിസ്റ്റിങ്ഷൻസ് ഒന്നുമില്ല. മരണം എപ്പോഴാണോ വരേണ്ടത് ഇറ്റ് വിൽ കം വിതൗട്ട് എനി ഡിസ്റ്റിങ്ഷൻസ്. ഓക്കെ, അത്രയും തന്നെയാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസാസിൽ പറയുന്നത്. ആൻഡ് ദെൻ അടുത്തത് ഒരു ബാറ്റിൽ ഫീൽഡിൻ്റെ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പം ബാറ്റിൽ ഫീൽഡിൽ ഒരുപാട് ഭയങ്കര വീരന്മാരായിട്ടുള്ള യോദ്ധാക്കളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർ എതിരെ വരുന്ന ആൾക്കാരെ എല്ലാം ജസ്റ്റ് റീപ്പ് ചെയ്ത് കൊയ്ത് എടുത്ത്, അതായത് ഇവിടെ പറയുന്നുണ്ട് സ്വേർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് യുദ്ധകളത്തിലെ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ യുദ്ധവീരന്മാർ തൻ്റെ എതിരെ വരുന്ന ആൾക്കാരെയൊക്കെ കൊന്നൊടുക്കിയിട്ടാണ് അവർ പോകുന്നത്. ബട്ട് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ദേ വിൽ ബി ഗെറ്റിംഗ് എ ലോഡ് ഓഫ് അപ്ലോസസ്. അവർക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ, കുറേ ക്രൗൺസ്, കുറേ പദവികളൊക്കെ അതിൽ നിന്ന് അവർക്ക് ലഭിക്കും. കാരണം അവർ ചെയ്യുന്ന അത്രയും വലിയൊരു ഡീഡാണ്, അല്ലെങ്കിൽ അവരുടെ നേഷന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. ബട്ട് എന്താണ് സംഭവം, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാൽ കൂടിയും ഒന്നുകിൽ അല്ലെങ്കിൽ വളരെ ലേറ്റായോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ദേ വിൽ ഓൾസോ will come into the hands of death. അവർ മരണത്തിന്റെ കൈകളിലേക്ക് എങ്ങനെയാണെങ്കിലും എത്തും. they stoop to faith and must give up their murmuring breath when they pale captives creep to death. അതായത് ഇവരുടെയൊക്കെ കീഴിൽ ജീവിച്ചിരുന്ന തടങ്കലിലായിപ്പെട്ടിരുന്ന ആൾക്കാരെ പോലെ തന്നെ ഈ പറഞ്ഞ വലിയ യുദ്ധവീരന്മാരും യുദ്ധങ്ങളിൽ ഭയങ്കരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുപാട് അപ്ലോസ് ഭയങ്കരമായിട്ട് മഹത്വമൊക്കെ നേടിയ ആൾക്കാരാണെങ്കിലും they will also come into the hands of death. അവരും മരണത്തിന് വിധേയരാകേണ്ടവർ തന്നെയാണ്. അവരും ഈ പറഞ്ഞ മരണത്തിന്റെ തുടർകളികൾ ക്യാപ്റ്റീവ്സ് ആയിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഇനി അടുത്തത് പറയുന്നത് the garlands wither you on your brow then boast no more your mighty deeds. അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ കിരീടങ്ങളോ അല്ലെങ്കിൽ വലിയ പദവികളോ ഒന്നും ഒരിക്കലും നിങ്ങൾ ചെയ്ത ഈ വലിയ പ്രവർത്തികളെ കൊട്ടിഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പിന്നെ ആരുടെ അടുത്തും പറയാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ആ കാലത്ത് നിങ്ങൾ ചെയ്തു, you were very good at your work. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് they were very good things for your nation. ബട്ട് നിങ്ങളുടെ മരണത്തിന് ശേഷം, നിങ്ങൾ മരിച്ചതിന് ശേഷം ഈ പറഞ്ഞ നിങ്ങളുടെ പ്രവൃത്തികളൊന്നും ഒരിക്കലും ബോസ്റ്റ് ചെയ്യപ്പെടുകയോ they will not be boasted. അതിനെപ്പറ്റി ആരും സംസാരിക്കത്തൊന്നുമില്ല. ഇപ്പം അവിടെ വിക്ടർ ഓർ വിക്ടിം ബ്ലീഡ്സ്, വിക്ടറോ വിക്ടിമോ, അതായത് വധിക്കുന്ന ആളോ അല്ലെങ്കിൽ വധിക്കപ്പെടുന്ന ആളോ രണ്ടുപേരും ദേ ആർ ഈക്വൽ ബിഫോർ ദി ഡെത്ത്സ് പേർപ്പിൾ ആധാർ. അതായത് രക്തത്തിന്റെ മണമുള്ള, രക്തത്തിന്റെ നിറമുള്ള ആ ഒരു മരണത്തിന്റെ ആ ഒരു വേദിയിൽ അൾത്താരയിൽ രണ്ടുപേരും വിക്ടർ ആൻഡ് വിക്ടിം ഇസ് ദ സെയിം. രണ്ടുപേരും സെയിം ആണ് മരണത്തിന്റെ മുൻപിൽ. ആൻഡ് ഓൺലി തിങ് നമ്മൾ ചെയ്യുന്ന നല്ല ആക്ഷൻസ്, അതായത് ലാസ്റ്റ് ലൈൻസിലേക്ക് വന്നപ്പം ഓൺലി ദി ആക്ഷൻസ് ഓഫ് ദി ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ദി ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്. അപ്പം നമ്മൾ ചെയ്യുന്ന വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മരണത്തിന് ശേഷവും ആൾക്കാർ ഓർക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ
നമ്മുടെ മരണത്തിന് ശേഷവും ആൾക്കാർ ഓർക്കുകയുള്ളൂ, അല്ലെങ്കിൽ പറയുകയുള്ളൂ, നമ്മളെപ്പറ്റി അറിയപ്പെടുകയുള്ളൂ, ചിന്തിക്കപ്പെടുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ എത്ര പേരെ കൊന്നു, അല്ലെങ്കിൽ എത്ര പേരെ നമ്മൾ വധിച്ചിട്ടുണ്ട്, എത്ര പേരുടെ ചോരകൾ നമ്മൾ ഒഴുക്കിയിട്ടുണ്ട്, എത്ര യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങൾ ഒന്നും ഒരിക്കലും ആരും ബോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. The only thing that will get praised even after our death is the mighty, the good actions that we are doing in our life. അത്രയും കാര്യങ്ങളാണ് ഡെത്ത് ദ ലെവലർ, അതായത് മരണം എല്ലാത്തിനെയും ലെവൽ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ജെയിംസ് ഷേർലി പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഓർക്കാനുള്ളത് ലൈഫിന്റെ ഇംപെർമനൻസ്, ദ ഇംപെർമനൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പെർമനന്റ് വൺ. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട്, ഒരിക്കലും ഒരു അന്ത്യമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പോകുന്ന ഒരു സംഭവമല്ല മനുഷ്യന്റെ ലൈഫ്. വേറാസ് ഇറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ്, അല്ലെങ്കിൽ അവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു ഇൻട്രൂഡർ ആയിട്ട് കയറി വരാവുന്ന ഒരാളാണ് ഡെത്ത്. ബാക്കി നമുക്ക് എന്തും ചെയ്യാൻ, ക്യാഷ് ഉണ്ട്, സ്റ്റേറ്റസ് ഉണ്ട്, എനിത്തിങ്, വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ്, പ്രസ്റ്റീജ്, പവർ എക്സെട്ര. ബട്ട് ഈ പറഞ്ഞ സാധനങ്ങൾക്കൊന്നും ദേ കാൺട്ട് റെസിസ്റ്റ് ദി കമ്മിങ്, ദി അറൈവൽ ഓഫ് ഡെത്ത്. So that is why death is called as a leveler. It can level anything irrespective of the caste or something else. എന്താണെങ്കിലും ഇതിനൊന്നും മരണത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പം ഇത്രയാണ് ഈ ഒരു പോയത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള തേർഡ് യൂണിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു പോം ഇത് തന്നെയാണ്, സൺറൈസ് ഓൺ ദ ഹിൽസ്. അപ്പം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ H.W. ലോങ്ഫെല്ലോ. അദ്ദേഹവും ഒരു നേച്ചറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന, നേച്ചറിൻ്റെ ഒരു പ്ലീസിങ് ആയിട്ടുള്ള അതിൻ്റെ ഒരു സെലിബ്രേഷൻ നടത്തുന്ന ഒരു പോയിന്റ് തന്നെയാണ് നമ്മുടെ H.W. ലോങ്ഫെല്ലോ. നമ്മുടെ വേർഡ്സ് വർത്തിനെയൊക്കെ പോലെ ഭയങ്കരമായിട്ടൊരു നേച്ചർ ലവർ ആയിട്ടുള്ള ഒരു പോയിറ്റാണ് നമ്മുടെ ലോങ്ഫെല്ലോ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ, ഈ ഒരു പോയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാൻസ ഹി ഡിസ്ക്രൈബ്സ് അബൌട്ട് ദ സീനറി, ബ്യൂട്ടിഫുൾ സീനറി ഓഫ് നേച്ചർ. അതാണ് ആദ്യത്തെ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹം കൊടുക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, അവിടെ കുറച്ചുകൂടെ ഓഡിറ്ററി ഇമേജസ്, അതായത് കുറച്ചുകൂടെ സൗണ്ട്സ് ഫ്രം ദ നേച്ചറിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കുറച്ച് സൗണ്ട്സ്, അതാണ് അദ്ദേഹം അടുത്തൊരു സ്റ്റാൻസയിൽ പറഞ്ഞു വെക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് സ്റ്റാൻസ, അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ഈ പോയത്തിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഗോയിങ് ഇൻ ടു നേച്ചർ, ഓൾ യുവർ സോറോസ്, ഓൾ യുവർ ബാഡ് തോട്ട്സ്, എവറിത്തിങ് ദാറ്റ് ഈസ് അൺകൺസോളബിൾ, നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും ഒട്ടും ആശ്വസിക്കാൻ പറ്റാത്ത രീതിക്ക് നിങ്ങൾ നിൽക്കുകയാണെന്നിരിക്കട്ടെ, ഇഫ് യു ആർ ഗോയിങ് ടു വുഡ്സ്, ഇഫ് യു ആർ ഗോയിങ് ഇൻ ടു ദ നേച്ചർ, എവറിത്തിങ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഓക്കെ. എല്ലാം നിങ്ങളെ കൺസോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അത്രയും ഹീലിംഗ് പവറുള്ള ഒരു ആളാണ് നമ്മുടെ നേച്ചർ എന്നുള്ളൊരു തീമിലേക്കാണ് ഈ ഒരു പോയം നമ്മളെ കൊണ്ടെത്തിക്കുക. ഓക്കെ, അപ്പോൾ വിൽ ജസ്റ്റ് സി എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. യെസ്, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ പോയറ്റ് ആദ്യം പോയി നിൽക്കുന്നത് എന്ന് പറയുന്നത് ലോങ്ഫെല്ലോ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇൻ ദ മോർണിംഗ്, ഒരു ഏർലി മോർണിംഗിൽ ഹീ സ്റ്റാൻഡിങ് അറ്റ് ദ ടോപ്പ് ഓഫ് എ മൗണ്ടൻ, ഒരു വലിയൊരു മലയുടെ മേളിൽ അദ്ദേഹം, ഒരു ഹില്ലിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണ്. ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ് വെൻ ഹെവൻസ് വൈഡ് ആർക്ക്, അതായത് നേരമൊക്കെ ഏതാണ്ട് വെളുക്കാനായിട്ടുള്ള ആ ഒരു സമയത്ത് ഹി ഈസ് സ്റ്റാൻഡിങ് ഓൺ എ ഹിൽ. അപ്പം രാവിലെ വെളുപ്പാങ്കാലത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ യൂഷ്വലി നമ്മൾ ആദ്യം കാണുന്ന സൈറ്റ് എന്ന് പറയുന്നത് സൺറൈസ് തന്നെയായിരിക്കും. അപ്പം അത് തന്നെയാണ് നമ്മുടെ ടൈറ്റിലും, സൺറൈസ് ഓൺ ദി ഹിൽസ്. അപ്പം മലയുടെ മേളിൽ പോയി നിന്നിട്ട് ഹി ഈസ് വാച്ചിങ് ദിസ് ബ്യൂട്ടിഫുൾ സൺറൈസ്. അപ്പം ഇവിടെ അദ്ദേഹം സണ്ണിനെ ഒരു നൈറ്റ്, അതായത് ഒരു കാവൽക്കാരൻ, ഒരു ഭടൻ, അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്ത് വരുന്നിട്ട് ഒരു പ്രഭുവായിട്ടാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ നേച്ചർ കോൾഡ് എസ് എ പ്രിൻസസ്, നേച്ചറിനെ ഒരു പ്രിൻസസ് ആയിട്ടുമാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരെയുമാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സൺ ഇസ് എ നൈറ്റ് ആൻഡ് നേച്ചർ ഇസ് എ പ്രിൻസസ്, ഒരു രാജകുമാരി ആയിട്ടാണ്, പ്രിൻസസ് ആയിട്ടാണ് നമ്മുടെ നേച്ചറിനെ ഇവിടെ കാണുന്നത്. അപ്പം രാവിലെ സൂര്യൻ ഉദിച്ചു വരെയാണ്. വെൻ ദി ഗ്ലോറിയസ് വാസ് ഗ്ലോറിയസ് വിത്ത് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച് and woods were brightened and the soft gales went forth to kiss the sun-clad vales. അപ്പം രാവിലെ സൂര്യൻ ഉദിച്ചു വരെയാണ്. അപ്പം അതിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്ന് പറഞ്ഞാൽ തലേദിവസം, അതായത് രാത്രി അസ്തമിച്ച സൂര്യൻ രാവിലെ വീണ്ടും റിട്ടേൺ ചെയ്യാണ്, രാവിലെ വരികയാണ്. ആൻഡ് ഇൻ ടു ദി വുഡ്സ്, അപ്പം സൂര്യൻ വന്നപ്പോഴേക്കും താഴെയുള്ള വുഡ്സ് മീൻസ് ഫോറസ്റ്റ്, അതെല്ലാം കുറച്ചുകൂടി ബ്രൈറ്റൻഡ് ആയി, കുറച്ച് വെളിച്ചമൊക്കെ അവിടെ വീണു. ആൻഡ് ദി ക്ലാഡ് വെയിൽസ് എന്ന് പറഞ്ഞവിടെ ഉദ്ദേശിക്കുന്നത് ദ വാലീസ്, പോയിട്ട് നിൽക്കുന്ന ആ മലയുടെ താഴ്വാരങ്ങളൊക്കെ കുറച്ചുകൂടെ പ്രകാശപൂരിതമാണ്, കുറച്ചുകൂടെ ലൈറ്റപ്പ് ആവുകയാണ്. അതായത് സൂര്യൻ വന്നു, എല്ലായിടത്തും പ്രകാശമൊക്കെ വീണ് തുടങ്ങി. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സീനറി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പാകത്തിനാണ് അദ്ദേഹം ഇവിടെ
stanzas ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത്. And the clouds far beneath me bathed in light, they gathered midway around the wooded height, and in their fading glory shone like horse in battle overthrown. അപ്പം ഇവിടെ ഇദ്ദേഹം ഒരു മലയുടെ മേലിലാണ് കയറി നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ക്ലൗഡ്സ്, ഈ മേഘങ്ങളൊക്കെ താഴെ ഈ വുഡ്സിന്റെ പകുതി, താഴെയുള്ള മരങ്ങളുടെയൊക്കെ ഏതാണ്ട് പകുതിയിൽ വരെ എത്തി നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അപ്പം മേഘങ്ങളൊക്കെ തന്നെക്കാളും താഴെയാണ്. അവരൊക്കെ പയ്യെ പയ്യെ ഫെയ്ഡ് ആയി തുടങ്ങും. കാരണം വെളിച്ചം നല്ലോണം വീട് തുടങ്ങി, അതുകൊണ്ട് തന്നെ ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ക്ലൗഡ്സ് ഒക്കെ. മേഘങ്ങളൊക്കെ ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, then through the grey mist thrust up its shattered lanes and rocking on the cliff was left. ഓക്കെ, അപ്പം പിന്നെ കാണുന്ന ഇമേജറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഒരുപാട് ഫോറസ്റ്റ് ഇമേജറീസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർഫോൾ, നല്ല നല്ല എന്താണ് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കാസ്കേഡ്, വിച്ച് മീൻസ് വാട്ടർഫോളിനെയാണ് നമ്മൾ കാസ്കേഡ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നല്ല നല്ല വളരെ മനോഹരമായിട്ടുള്ള കാസ്കേഡ്സ്. അപ്പോൾ കാസ്കേഡ്സ് നോക്കുകയാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്കേഡ്സ് വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകുമ്പോഴേക്കും ഇറ്റ്സ് വൈറ്റ് ഇൻ കളർ അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്യൂട്ടി എല്ലാം കൂടെ ആവിഷ്കരിച്ചിട്ടാണ് ആൻഡ് റിവേഴ്സ് ഫ്ലോ വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ് ഓർ ഗ്ലിസ്റ്റൻഡ് ആൻഡ് ദ വൈറ്റ് കാസ്കേഡ്. വൈറ്റ് എന്നോട് അവിടെ ഉദ്ദേശിക്കുന്നത് വെള്ളമൊക്കെ ഇങ്ങനെ പതഞ്ഞൊഴുകുന്നതിനെയാണ്. അപ്പം ഇതെല്ലാം ഇത്രയും സീനിക് ആയിട്ടുള്ള ബ്യൂട്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റാൻസിൽ വിഷ്വൽ ഇമേജറീസ് ഒക്കെ, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഹി ഈസ് മൂവിങ് ഇൻ ടു ദി സെക്കൻഡ് സ്റ്റാൻസ. അവിടെ വി ഹിയർ അല്ലെങ്കിൽ വിൽ സി എ ലോഡ് ഓഫ് ഓഡിറ്ററി ഇമേജസ്. ഓഡിറ്ററി അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന, ഹി ഈസ് ഡിസ്ക്രൈബിങ് ലോഡ്സ് ഓഫ് സൗണ്ട്സ് ഫ്രം ദി നേച്ചർ. പ്രകൃതിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരുപാട് സൗണ്ട്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹിയർ ദി ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്, ഐ സോ ദ കറന്റ് വേൾ ആൻഡ് ദി ഫ്ലാഷ്. അപ്പം കാറ്റ് വീശുന്നതായിട്ടും ദൂരത്ത് നിന്ന് വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് ചാടുന്ന വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കുന്നതായിട്ടും, അതുപോലെ തന്നെ ബ്ലൂ ലേക്ക്, സിൽവർ ബീച്ച്. അപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നേച്ചറിനെ ഒരു പ്രിൻസസ് ആയിട്ട് കാണുന്നുണ്ടെന്ന്. അപ്പം നേച്ചറിൻ്റെ ആ ഒരു പ്രിൻസസ് ലുക്കിൽ ലേക്സ്, ഈ ഗ്രീൻ ബ്ലൂ ലേക്സ് എന്നൊക്കെ പറയുന്നത് നീല കണ്ണുകളുള്ള ഒരു രാജകുമാരി ആയിട്ടൊക്കെ ഇവിടെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ വുഡ്സ് വർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് റീഡ് ആൻഡ് ദെൻ ഓവർ ദ വെയിൽ വിത്ത് ദ ജെന്റിൽ സ്വെൽ ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ. അതിൻ്റെ കൂട്ടത്തിൽ നേച്ചറിൽ നിന്നുള്ള പലജാതി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മലയുടെ അടിവാരങ്ങളിലൊക്കെയുള്ള വില്ലേജസിൽ നിന്ന് വില്ലേജസിന്റെ ബെൽസ്, മണികളടിക്കുന്ന നാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ came sweetly to the echo giving hills. അപ്പോൾ ഹിൽസിലൊക്കെ വന്ന് ഈ തട്ടുകയാണ് നമ്മുടെ മണിയുടെ നാദങ്ങളൊക്കെ, ഗ്രാമങ്ങളിൽ നിന്നുള്ള മണിയൊച്ചകളൊക്കെ നമ്മുടെ മലകളിലൊക്കെ വന്ന് തട്ടി പതിച്ചു പോവുകയാണ്. അതിനുശേഷം കാണുന്നുണ്ട് the wild horn whose voice the woodland felt and was ringing the merry shot. അപ്പം വൈൽഡ് ഹോൺ എന്ന് പറഞ്ഞാൽ മലമുഴയ്ക്ക് വേഴാമ്പലിൻ്റെ ശബ്ദവും എല്ലാം കൂടെ നമ്മുടെ ഫോറസ്റ്റിൽ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇറ്റ് ഇസ് ഗിവിങ് എ വെരി ഗുഡ് ഇമേജറി ഓഫ് നേച്ചറിനെ പറ്റി അത്രയും പ്ലീസിങ് ആയിട്ടുള്ള, നേച്ചറിൻ്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈഡാണ് നമ്മുടെ മുന്നിലേക്ക് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിലും സെക്കൻഡ് സ്റ്റാൻസയിലും നമ്മൾ കാണുന്നത്. ദെൻ അടുത്തത് ലാസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റാൻസാസിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. If thou art warm and the heart beset with sorrows that thou wouldst forget, if thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep. അപ്പോൾ നമ്മളടുത്ത് പറയുന്നത് ഇവിടെ ലാസ്റ്റ് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഒരു സമ്മറി അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ തീം എന്ന് I'll be saying. The thing is that if you wanted to relax, if your mind is full of sorrows, നിങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ട് നിങ്ങൾക്ക് ഒട്ടും സമാധാനമില്ല, നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം, ഒന്ന് റിലാക്സ് ചെയ്യണം. If you want to relax, just go into the woods, just come into nature. ആൻഡ് ഇഫ് യു വാണ്ട്, നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണം, നിങ്ങൾക്കൊരു ബുക്കൊക്കെ വായിക്കണം, ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ബുക്കൊക്കെ ഒന്ന് വായിക്കണം എന്നൊരു ഫീലിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ വാട്ട് ഷുഡ് യു ഡു? ജസ്റ്റ് കം ഇൻ ടു ദ നേച്ചർ. പ്രകൃതിയിലേക്ക് ഇറങ്ങി വരിക. ആൻഡ് ജസ്റ്റ് ഗോ ഇൻ ടു നേച്ചർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ സൂത്ത് യു, ഇറ്റ് ക്യാൻ സോൾവ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ റിലാക്സ് യു ഫ്രം എനി പ്രോബ്ലംസ് ദാറ്റ് ആർ ബോദറിങ് യു. നിങ്ങളെ പ്രശ്നത്തിലാക്കുന്ന, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഏതൊരു പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ ഒന്ന് സൂത് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫ്സിൽ. അതായത് ദ എൻറ്റയർ തീം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദ സൂതിങ്, ദ ഹീലിംഗ് നേച്ചർ ഓഫ് നേച്ചർ, ഹീലിംഗ് ബിഹേവിയർ ഓഫ് നേച്ചർ. ഒരു നേച്ചർ, നമ്മുടെ പ്രകൃതിക്ക് എത്രത്തോളം നമ്മുടെ സോറോസിനെ എങ്ങനെ സൂത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ദിസ് എൻറ്റയർ പോയം സ്പീക്സ് അബൌട്ട്. ദ സൺറൈസ് ആൻഡ് ദ ഹിൽസ്. അപ്പം ഇത്രയും തന്നെയാണ് ഇതിൻ്റെ ഒരു എൻറ്റയർ തീം, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇമേജറീസ്, അതുപോലെ തന്നെ ഓഡിറ്ററി വിഷ്വൽ ഇമേജറീസ് ഒക്കെ ഒരുപാട് വരുന്നൊരു പോമാണ്.
അപ്പം എത്ര തന്നെയുള്ളൂ ഇതിൽ നിന്നുള്ളത്. അപ്പം ഇതിൻ്റെ തീമൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോം. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ആൻഡ് ദ ചാപ്റ്റേഴ്സ് ടൈറ്റിൽ ഈസ് ദ ട്രിപ്പ് ഓഫ് ലേ ഹൊർല. അപ്പം ലേ ഹൊർല എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു. ലേ ഹൊർല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോട്ട് എയർ ബലൂൺ. ആ ബലൂണിൻ്റെ പേരാണ് ലേ ഹൊർല എന്ന് പറയുന്നത്. ആൻഡ് ദ ചാപ്റ്റർ ഇസ് റിട്ടൺ ബൈ ഗേഡി മോപ്പസെറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവലോഗ് അപ്പോൾ ഒരു ട്രാവലോഗിൻ്റെ രീതിക്കാണ് ഈ ഒരു എൻറ്റയർ സ്റ്റോറി ഇവിടെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്, മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് മാത്രമേ വിൽ ബി ഡിസ്കസിങ് in this part. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം ഏതാണ്ട് ജൂലൈ ഒരു 8th or 10th ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ മോപ്പസെൻറ്റിന്, അദ്ദേഹമാണ് ഇവിടെ കഥ പറയുന്നതായിട്ട് നമ്മളൊരു ട്രാവലോഗിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ വരാം. അപ്പം അദ്ദേഹത്തിന് ഒരു ടെലഗ്രാം ലഭിക്കുകയാണ്. ഇറ്റ് ഇസ് ഫ്രം ക്യാപ്റ്റൻ ജോവസ്. അപ്പോൾ ജോവസിൻ്റെ അടുത്ത് നിന്ന് ഒരു ടെലഗ്രാം ലഭിക്കുകയാണ്. ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് എ ഹോട്ട് എയർ ബലൂൺ ജേർണി. അപ്പോൾ യു ക്യാൻ ഓൾസോ അക്കമ്പനി അസ് എന്ന് പറഞ്ഞിട്ട് ടൈമും സ്പേസും സ്ഥലവും ഒക്കെ എവിടെയാണെന്ന് പറഞ്ഞ് ഓക്കെ റെഡിയാക്കുകയാണ്. അപ്പം പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ഹീ ഈസ് റീച്ചിങ് ദ സ്പോട്ട്. ആ സ്പോട്ടിൽ എത്തുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അവിടെ കൂടി നിന്നിട്ടുണ്ട്. അപ്പം എ ലോട്ട് ഓഫ് പീപ്പിൾ വർ ഗ്യാതേർഡ് ദർ. അപ്പം ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹോട്ട് എയർ ബലൂൺ അങ്ങനെ ഒരു ജേർണി ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊമെന്റ് എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ അസംബിൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവർ ഈ ജേർണി കാണാനെന്നുള്ള രീതിക്കാണ് ഇവിടെ അസംബിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ്, ഈ ഒരു ഇനിഷ്യൽ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണ്. അപ്പം നമ്മുടെ മോപ്പസെന്റ് അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഈ ബലൂൺ വീർപ്പിക്കുകയൊന്നും ചെയ്യാണ്ട് സാധാരണ പോലെ കിടക്കുകയാണ്. അപ്പോൾ ഒരു ഹ്യൂജ് കേക്ക് പോലെയാണ് അദ്ദേഹത്തിന് അവിടെ എത്തുമ്പം ഈ ബലൂണ് ഗ്രൗണ്ടിൽ കിടക്കുമ്പോൾ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ആദ്യമേ ഇതിനെപ്പറ്റി കിട്ടുന്ന ഒരു വ്യൂ. അപ്പം ഇവരുടെ കൂട്ടത്തിൽ ഹോട്ട് എയർ ബലൂൺ ജേർണി എന്ന് പറയുമ്പോഴേക്കും ബലൂണിൽ നമുക്ക് അറിയാമല്ലോ, ഒരു ബലൂണിൻ്റെ താഴെ ഒരു ബാസ്ക്കറ്റ് പോലെ സൈഡ് ഇറ്റ് ക്യാൻ ക്യാരി പീപ്പിൾ. അപ്പോൾ അവിടെ ആൾക്കാർക്ക് നിൽക്കാം. നമ്മൾ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ. അപ്പം അതിൽ പാസഞ്ചേഴ്സ് ആയിട്ട് കുറച്ച് ആൾക്കാരാണുള്ളത്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ ആയിട്ട് ജോവസ് എന്ന് പറയുന്ന ആളുണ്ട്. ആൻഡ് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാലറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോൾ ബെസന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവലർ ഉണ്ട്. ആൻഡ് വൺ മോർ മാൻ ഇസ് ദർ, എ ട്രെയിൻ ബിയർ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഈ ഒരു ജേർണിയിൽ, ഈ ഒരു ബലൂൺ ജേർണിയിൽ അവർക്ക് കൂടത്തിൽ ആ ഒരു പാസഞ്ചേഴ്സ് ആയിട്ട് ആ ഒരു ബലൂൺ ജേർണിയിൽ ഉണ്ടാവുക. അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അപ്പോൾ ആൾക്കാർക്കൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഈ ബലൂൺ സ്റ്റാർട്ട് ചെയ്ത് വീർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നൗ ദ ബലൂൺ ഈസ് ഓൾ സെറ്റ് ഫോർ ദി ജേർണി. അപ്പം ഇത് ലാൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു റോപ്പ് കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അദ്ദേഹം അവിടെ ആ നിൽക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഓൾ ഓഫ് യു സ്റ്റേ അവേ ഫ്രം ദിസ്, ആ ഒരു സ്പേസിൽ നിന്ന് എല്ലാവരും ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ദിസ് പ്ലേസ്. കാരണം ദേ ഹാവ് എ മോട്ടീവ്. അതങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊരു കാരണമുണ്ട്. ഈ ബലൂൺ മുറിക്കാൻ നേരത്ത് ദേ വിൽ ബി കട്ടിങ് ദാറ്റ്, ആ ഒരു കൊയർ കട്ട് ചെയ്തിട്ടായിരിക്കും ഇത് വിടുക. അതിനൊപ്പം തന്നെ ദേ വിൽ ബി സാൻഡൊക്കെ കുറച്ച് പുറത്തോട്ട് എടുത്തിടും, എന്നാലേ ഈ ബലൂൺ മുകളിലോട്ട് പൊങ്ങുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദേ ആർ ആസ്കിങ് ദി പീപ്പിൾ നിയർ ദം ടു ജസ്റ്റ് ഗോ അവേ, കുറച്ച് ദൂരത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ദെൻ ദ ബലൂൺ സ്റ്റാർട്ട്സ് ഇറ്റ്സ് ജേർണി. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് മേളിലോട്ട് പോകുന്നുണ്ട്. നല്ല ഹൈറ്റിലൊക്കെ ഒരു 500-5,000 ഒക്കെ നിയർലി ആ ഒരു ഹൈറ്റൊക്കെ എത്തുമ്പോഴേക്കും they can see the entire Paris city മുഴുവനായിട്ട് ഇവർക്ക് കാണാം. അപ്പം ഇറ്റ് വാസ് എ വണ്ടർഫുൾ സൈറ്റ്. നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരിക്കും ഒരു ഹോട്ട് എയർ ബലൂൺ ജേർണി. നമ്മൾ ആകാശത്ത് കൂടി ഇങ്ങനെ പറന്ന് നടക്കണം. അപ്പോൾ താഴെയുള്ള നഗരം ഫുള്ളും നമുക്ക് കാണാം. അപ്പം ഈ ഒരു ടൈമിൽ വില്ലേജസിൽ നിന്നുള്ള സൗണ്ടുകൾ, ലൈറ്റ്സ്, മറ്റ് ശബ്ദങ്ങൾ ഒക്കെ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇവരത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2000 വരെയൊക്കെ ഇവരുടെ ഹൈറ്റ് എത്തിയിട്ടുണ്ട്. അപ്പം ഇവരുടെ കയ്യിൽ ഇഫ് ദ ബലൂൺ ഈസ് ഫ്ലോട്ടിങ് നല്ല രീതിക്കാണോ, വെദർ ഇറ്റ് ഈസ് ഫ്ലൈങ് ഇൻ എ റൈറ്റ് ഡയറക്ഷൻ, അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡിലാണോ, എങ്ങനെയാണിത് ഫ്ലൈ ചെയ്യുന്നതെന്ന് അറിയാൻ ദേ ഹാവ് എ ട്രിക്ക്. അപ്പം ഇവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്. ഇഫ് ദേ പുട്ട് ദിസ് പേപ്പർ ഇൻ ദി എയറിൽ അത് ഇടുമ്പോഴേക്കും ഇഫ് ദി പേപ്പർ ഈസ് ഫ്ലോട്ടിങ് അപ്പ്, മേളിലോട്ടാണ് പോകുന്നതെങ്കിൽ അപ്പം ഇവർ കറക്റ്റ് ഡയറക്ഷൻ മേളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി അതർവൈസ് ഡയറക്ഷൻ, അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ താഴേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ബലൂൺ മേളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇഫ് ദി പേപ്പർ ഈസ് ഫ്ലോട്ടിങ് അപ്പ്, മേളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇവർ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്
അവർക്ക് മനസ്സിലാകുക. അപ്പോൾ ഇങ്ങനെയാണ് അവർ എങ്ങനെയാണ് ഈ ബലൂൺ പോകുന്ന അതിൻ്റെ ഒരു ട്രാവൽ ഒരു ഡയറക്ഷൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ദേ വർ ഡൂയിങ് ദിസ്, ദേ വർ എൻജോയിങ്. നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പോൾ ഈ ബലൂൺ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് സഡൻലി ദേ ഗോട്ട് ഇൻടു എ വിൻഡ്, ഒരു കാറ്റ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വിൻഡിൽ നമ്മുടെ ഈ ബലൂൺ പെട്ടു. ബലൂണാണ് വലിയ ശക്തിയുള്ള ഒരു സാധനമൊന്നുമല്ല അല്ലേ. അപ്പം ഈ ഒരു വിൻഡിൽ അത് പെട്ടപ്പോഴേക്കും ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഡേഞ്ചറസ് സിറ്റുവേഷൻ, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജോവിസും മാലറ്റും കൂടി ഇത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ കൂടെയുള്ള പാസഞ്ചേഴ്സിനെ കൂടുതൽ ടെൻഷനിലേക്കോ ഒരു ആങ്സൈറ്റി സിറ്റുവേഷൻ ഒന്നും ഉണ്ടാക്കാണ്ട് ഇവർ ഈ സിറ്റുവേഷൻ വളരെ നല്ല രീതിക്ക് ഡീൽ ചെയ്തു. ഇവർ കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സൈഡ് വൈസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ദേ വർ ഡൂയിങ് ദെയർ മാക്സിമം ടു മേക്ക് ദി പാസഞ്ചേഴ്സ് സേഫ്, അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ഫീൽ അറ്റ് ഈസ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാം ആൻഡ് ചില്ലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഇവർ പയ്യെ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ദേ വർ പുട്ടിങ് അവേ ദി സാൻഡിൻ്റെ കെട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു, അത് പുറത്തോട്ട് എറിഞ്ഞിട്ടാണ് ഇപ്പോൾ താഴേക്ക് വരികയാണ്. ആൻഡ് ഫൈനലി ഇവർ ഇതിന് വരുന്നതിന് തൊട്ട് മുന്നേ ദേ വർ ജസ്റ്റ് സീയുടെ മുന്നിക്കൂടെയും സീയുടെ വലിയൊരു ഓഷൻ്റെ മേലെ കൂടെയൊക്കെ പോയിട്ട് വരുന്നുണ്ട്. ബട്ട് ഇവർക്കത് കറക്റ്റായിട്ട് അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആദ്യമൊന്നും. അപ്പോൾ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നു, താഴെ കൂടെ നടന്നു പോകുന്നു ഒക്കെ ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതെല്ലാം കണ്ടതിന് ശേഷം ദേ ആർ റീച്ചിങ് ടു ദി ഗ്രൗണ്ട്. ആൻഡ് ഫൈനലി ഇവർ വേഗം അവരുടെ ആ ഇത് കട്ട് ചെയ്തിട്ട് ദേ ആർ റീച്ചിങ് ദി ബലൂണ് താഴെ നിലത്ത് ലാൻഡ് ചെയ്യാണ്. അപ്പോഴേക്കും അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി വന്നിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് ദേ ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ബലൂൺ. അങ്ങനെ എല്ലാവരും ഓൾ ഓഫ് ദം ആർ സേഫ്. എന്നിട്ട് they all goes back to their respective houses. പാരീസിലേക്ക് പോയി and they are getting their train back to their ഹോം ടൗൺ, അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് എല്ലാവരും. അപ്പം ദ മെയിൻ കണ്ടന്റ് അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ദ ട്രിപ്പ് ഓഫ് ലേ ഹൊല്ല, ഇതിനകത്ത് ദ ട്രിപ്പ് ഓഫ് ദ ലേ ഹൊല്ല. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു ട്രാവലോഗ് മോഡലിൽ എഴുതിയിട്ടുള്ള ആ ഒരു ട്രിപ്പിൽ ഇവർ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ നാച്ചുറൽ സീനറീസ്, അവിടെ എന്തൊക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്തു, ആ എക്സ്പീരിയൻസിനെയൊക്കെ എത്രത്തോളം ലൈഫിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ആൻഡ് ദ മെയിൻ തിങ് ദാറ്റ് മോപ്പസെന്റ് ആയിരുന്നു ഈ കൂട്ടത്തിൽ ഒരു ട്രാവലർ അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ the courage, the confidence, the hard work അല്ലെങ്കിൽ the dedication of that captain and the assistant, അവർ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലും കാണിച്ചൊരു മനസാന്നിധ്യം, ഒരു വിൽ പവർ, ടു നോട്ട് ടു മേക്ക് ദെയർ പാസഞ്ചേഴ്സ് വറി, ആ ഒരു കാര്യം വാസ് ഗിവൺ വെരി പ്രോമിനൻസ് ഇൻ ദിസ് സ്റ്റോറി. അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ ദ സീനറി ദാറ്റ് ദേ സീ വെൻ ദേ ആർ അപ്പ് in the balloon on the sky, അത് കാണുമ്പോൾ അവർ മേളിൽ പോകുമ്പോൾ കാണുന്ന സീനറിയുടെ ആ ഒരു എക്സ്പ്ലനേഷനും, സച്ച് എ വണ്ടർഫുൾ സീനറി ദേ ഹാവ് സീൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസും ആൻഡ് ഇതിൻ്റെ എല്ലാം ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തിരുന്നത്, ഹൗ വാസ് ദെയർ ഫീലിംഗ് വെൻ ദേ വർ അപ്പ്, വെൻ ദേ വർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദി ബലൂൺ. അപ്പം പുതുതായിട്ടൊരു കാര്യമാണല്ലേ അവർ ചെയ്യുന്നത്. അപ്പം ഇവർക്കുള്ള ഉണ്ടായ ഫീലിങ്സ്, അവരുടെ എക്സ്പീരിയൻസസ് എല്ലാം കൂടെ ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ട്രാവലോഗ് ലൈക്ക് സ്റ്റോറിയാണ് ഗേഡെ മോപ്പസെന്റിന്റെ അത് ട്രിപ്പ് ടു ലേ ഹൊർല. ഓക്കെ, അപ്പം ട്രിപ്പ് ഓഫ് ലേ ഹൊർല. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലേ ഹൊർല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നെയിം ഓഫ് ദാറ്റ് ഹോട്ട് എയർ ബലൂൺ. ഓക്കെ, അപ്പോൾ എത്ര തന്നെയുള്ളൂ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു സ്മോൾ സമ്മറി. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ആൻഡ് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് ദ സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കടാവു എന്നാണ് നമ്മൾ വയ്ക്കുന്നത്. ബട്ട് കണ്ടാവു എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ സൈഡിലൊരു പ്രൊനൗൺസിയേഷൻ കൊടുത്തിരിക്കുന്നത്. എനിവേസ്, അപ്പോൾ ദ സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പം ഇതൊരു ലെജൻഡ്, ഒരു ഫിജിയൻ ഐലൻഡിൽ നടക്കുന്ന, ഫിജിയൻ ഐലൻഡിലെ ഒരു ലെജൻഡാണ്, ഒരു കഥയാണ്, ഒരു ലെജൻഡറി സ്റ്റോറിയാണ് ഇത്. അപ്പം ഇവിടെ ഒരു പ്രത്യേകതരം അനുഷ്ഠാനം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേകതരം ആചാരം ഉണ്ടായിരുന്നു, ഒരു ടൈപ്പ് ഓഫ് ഒരു ആചാരം ആ നാട്ടിൽ പാലിച്ചു വന്നിട്ടുള്ള ഒരു ആചാരമാണ്. അതായത് ആ നാട്ടിലെ കന്യകമാരായ സ്ത്രീകളെല്ലാവരും കൂടെ ബ്ലാക്ക് ഡ്രസ്, അവർ ബ്ലാക്ക് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് അവരുടെ സീര എടുത്ത് വന്നിട്ട് ദിൽ ബി കോളിംഗ് ദി ടേർട്ടിൽസിനെ വിളിക്കും, ആമകളെ വിളിക്കും. ആൻഡ് ഒരു വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിൽ ബി ഹാവിങ് എ സർട്ടൈൻ ചാൻഡിങ്സ്, ചില എന്തൊക്കെയോ മന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർ ടേർട്ടിൽസിനെ വിളിക്കുക. ആൻഡ് അറ്റ് ദാറ്റ് മൊമെന്റ് ആ സമുദ്രത്തിലുള്ള ഒരുപാട് ആമകൾ അല്ലെങ്കിൽ ടേർട്ടിൽസ് വന്നിട്ട് ഈ സമുദ്രത്തിന്റെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുമെന്നാണ് വിശ്വാസങ്ങൾ പറയുന്നത്, ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇതിന്റെ ആചാരങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം വാട്ട് ഈസ് ദി സ്റ്റോറി അല്ലെങ്കിൽ വാട്ട് ഈസ് ദി തിങ് ബിഹൈൻഡ് ദിസ് റിച്വൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന് പിന്നിലുള്ള ഒരു കാരണം എന്താണ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ആചാരം ഒക്കെ ഉണ്ടായി വന്നത് എന്നുള്ളതാണ്
നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കടാവു നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ മെയിൻലി നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു ഐലൻഡ്, നമുവാന എന്ന് പറയുന്ന ഒരു വില്ലേജ്, ഐലൻഡിലെ ഉള്ള ഒരു വില്ലേജ് ഏരിയ ആണ്. അപ്പം അവിടെ ഒരു ചീഫ്, അവരുടെ ഒരു ഭരണാധിപനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ വൈഫ് തെനേക്ക പോവാം. അപ്പം അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു. ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് കൈൻഡ് ലേഡി. വളരെ ഭംഗിയുള്ള ഒരു ലേഡി ആയിരുന്നു തെനേക്ക പോവ. ആൻഡ് അവരുടെ മകളുടെ പേര് റോഡലസ്. ഇവർ രണ്ടുപേരും ആയിരുന്നു 2 ലേഡീസ് ആ ഒരു കഥയിൽ, ആ നാട്ടിലുണ്ടായിരുന്ന ചീഫിന്റെ ഭാര്യയും അതുപോലെ തന്നെ മോളുമായിരുന്നു. രണ്ടുപേരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ് ആയിരുന്നു, വളരെ റിച്ച് ആണ്. അപ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലികളോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ദേ ഓൾവേസ് ലൈക്ക് ടു ഗോ ഫോർ ഫിഷിങ്, അല്ലെങ്കിൽ കടലിലൊക്കെ പോയി വെറുതെ കോറൽ റീഫ്സ് ഒക്കെ എടുത്ത് കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ, ഈ സമുദ്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അവരുടെ പാസ് ടൈം എന്നുള്ള രീതിക്ക് അവർ ഇങ്ങനെ പോയി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ഈ അമ്മയും മോളും കൂടെ, റോഡലസ് ആൻഡ് തെനേക്ക പോവാം. അപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ ആ പ്ലേയിങ്ങിന്റെ ഇടയിൽ ഇവർ അറിയാണ്ട് ഈ ഭയങ്കരമായിട്ട് when they get immersed in their playings, അല്ലെങ്കിൽ അവരുടെ in their thing that they are doing, അവർ ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇമേഴ്സ് ആയി പോയപ്പം ഇവരെ ശ്രദ്ധിച്ചില്ല. ഇവർ വല്ലാണ്ട് അങ്ങ് അവരുടെ ആ ഒരു വില്ലേജ്, അവരുടെ ആ ഒരു കരയിൽ നിന്ന് വല്ലാണ്ട് ദൂരത്തേക്ക് നീങ്ങിപ്പോയി. ആൻഡ് they didn't notice that because they were very interested in that particular thing. അവരത് നോട്ട് ചെയ്തില്ല. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെയാണ് ഇവർക്കൊരു റിയലൈസേഷൻ വരുന്നത്, ഓ മൈ ഗോഡ്, വി ആർ അവേ ഫ്രം അവർ വില്ലേജ്, നമ്മളിനി എങ്ങനെയാണ് തിരിച്ചു പോവുക എന്നുള്ള ഒരു ഫീൽ ഇവർക്ക് അന്നേരമാണ് വരുന്നത്. ആ ഒരു വിചാരം, ആ ഒരു തോട്ട് ദെൻ ജസ്റ്റ് കം ടു ദെയർ മൈൻഡ്. അപ്പോൾ അതിനുശേഷം അവർ ആലോചിക്കുകയാണ്, എൻ്റെ ദൈവം ഇനി എന്ത് ചെയ്യും, ഹൗ വിൽ വി ഗെറ്റ് ബാക്ക്. അപ്പോൾ ഇവർ ആരെങ്കിലും സഹായത്തിനുണ്ടോ എന്നൊക്കെ നോക്കുമ്പോഴേക്കും ഇവരെ കുറേ നേരമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷർമാൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഫിഷർമാൻ്റെ സ്ഥലം, അവർ ജീവിച്ചിരുന്നത് വേറൊരു ഐലൻഡ്, വേറൊരു വില്ലേജ് ഏരിയ, നബുക്കലേബു എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെയുള്ള ഫിഷർമാൻ ആയിരുന്നു. ആൻഡ് ദേ വർ വെരി റൂഡ് പീപ്പിൾ. അപ്പോൾ അവർ ഭയങ്കര റൂഡായിട്ടുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. ഇപ്പോൾ 2 വില്ലേജസ് ആണ്, ഇവർ തമ്മിൽ വലിയ ക്ലാഷസ് ഒക്കെ ഉണ്ടാവായിരുന്നിരിക്കാം. അപ്പം ഇവരോട് വലിയൊരു താല്പര്യമില്ല. ഇവർക്ക് മനസ്സിലായി 2 ലേഡീസ് ആണ് തന്നെയാണ്. അപ്പോൾ ദേ സ്റ്റാർട്ടഡ് പെർസ്യൂയിങ് ദം, ഇവരുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ദേ ഫോഴ്സ്ഫുള്ളി ഗെറ്റ് ഹോൾഡ് ഓവർ ദം. അപ്പോൾ ഇവരെ നിർബന്ധമായിട്ട് പിടിച്ച് ഇവരുടെ വള്ളത്തിലേക്ക്, കാനോസിലേക്ക് കയറ്റുകയാണ്. ദേ ജസ്റ്റ് ഫോഴ്സ്ഫുള്ളി ഗെറ്റ് ഹോൾഡ് ഓവർ ദം ആൻഡ് ലെറ്റ് ദം ഇൻ ടു ദെയർ കാനോസ്. എന്നിട്ട് ഇവരുടെ നാട്ടിലേക്ക് ഇവരെ കയ്യും കാലും ഒക്കെ വള്ളികൾ കൊണ്ടൊക്കെ കെട്ടി ഇവരെ ഇങ്ങനെ പിടിച്ചപ്പോൾ ദേ ബെഗ് ദം ടു റിലീസ് ദം. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വിടൂ, വിൽ ജസ്റ്റ് ഗോ, നമ്മൾ തിരിച്ചു പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ദേ ആർ റിക്വസ്റ്റിംഗ് ദം വെരി ബാഡ്ലി, ബട്ട് ദേ ആർ നോട്ട് ഹിയറിങ്. അപ്പം ഇവരുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ലെജൻഡറി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് കടലമ്മ അല്ലെങ്കിൽ ദ സീ ഗോഡ്, മദർ ദി ഗോഡ് എന്നുള്ള ഒരു സങ്കല്പം വല്ലാണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദി ക്രൈ ഓഫ് ദീസ് ലേഡീസ്, അപ്പം ഇവരുടെ ഈ കരച്ചിൽ കടലമ്മ അല്ലെങ്കിൽ ദി മദർ സീ ഗോഡിന് തീരെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പം ഷീ ജസ്റ്റ് ഗോട്ട് അവേക്കൻഡ്. കടലമ്മ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് ഹെവിലി, ഭയങ്കരമായിട്ട് ഹറിക്കെയിൻ പോലുള്ള, സൈക്ലോൺ പോലുള്ള ഭയങ്കര വിൻഡൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരുടെ ക്യാനോസ്, ഫിഷർമാൻ്റെ ക്യാനോസിൻ്റെ ചുറ്റിനുമൊക്കെ. അപ്പം വാട്ട് ഹാപ്പൻഡ്, ഈ ഭയങ്കരമായിട്ടുള്ള ക്യാനോസ് വന്ന് ഇവരുടെ വള്ളം ഇങ്ങനെ മുങ്ങാനും താഴാനും വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇവർ നോക്കുമ്പോഴേക്കും ഇവരുടെ കൂടെയുള്ള ഈ 2 ലേഡീസ്, അതായത് നബുക്കലേവും ആൻഡ് റോഡലസ്, ഇവർ രണ്ടുപേരും 2 ഹ്യൂജ് ജൈന്റ് ടേർട്ടിൽസ് ആയി മാറി, 2 വലിയ ആമകളായിട്ട് മാറി. അപ്പം ദേ കാണ്ട്, ഇവരെ രണ്ടുപേരെയും പിടിച്ചു വെച്ചിട്ട് ദേ കാണ്ട് മേക്ക് ദം സർവൈവ്. അപ്പോൾ അവർക്ക് ഇവരുടെ ക്യാനോസ് ഒന്നും പിടിച്ച് നേരെ നിർത്താനുള്ള, അല്ലെങ്കിൽ ജീവൻ പോവും അല്ലേ, അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഫിസിക്കൽ എബിലിറ്റി ഒന്നും കിട്ടുന്നില്ല, കാരണം അത്രയും വലിയ ജൈന്റ് ടേർട്ടിൽസ് ആണ്. അപ്പം ഇവരെന്ത് ചെയ്തു, ദേ ജസ്റ്റ് ലെറ്റ് ദീസ് ടേർട്ടിൽസ് ഗോ, വാട്ടറിലേക്ക് വിട്ടുകയാണ്. അപ്പം when they just let them, അവരെ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും all the atmosphere get just calm down, അല്ലെങ്കിൽ എല്ലാം ഭയങ്കര പീസ്ഫുൾ ആയിട്ട് മാറി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം കാം ഡൗൺ ആയി. അപ്പം then പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർ തിരിച്ച് നാട്ടിലേക്ക് ചെല്ലാണ്. ബട്ട് ദേ ഡിഡ്ന്റ് സേ എനിത്തിങ് അബൌട്ട് ദിസ് ഇൻസിഡൻറ്റ്. ഇത് അവർ നാട്ടിൽ ചെന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു വാക്ക് പോലും അവരുടെ നാട്ടിലൊന്നും മിണ്ടുന്നില്ല. ബിക്കോസ് അവർ ഒന്നെങ്കിൽ അഫ്രെയ്ഡ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ദേ വർ ബറ്റ് കുറച്ച് നാണമൊക്കെ ആയിട്ടായിരിക്കണം, കാരണം അത്തരത്തിലുള്ളൊരു മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണല്ലോ ഇവർ ചെയ്തത്. അപ്പം ഇവർ കടലിലേക്ക് പോയി. ആൻഡ് ദീസ് 2 ലേഡീസ് ഇൻ ദ ഫോം ഓഫ് ടേർട്ടിൽസ് ലിവ് ഇൻ ദ സീ. അങ്ങനെയാണ് അവരുടെ ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ആ ഒരു ലെജൻഡിൽ പറയുന്നത്. അവരൊരിക്കലും കരയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ദേ സ്റ്റാർട്ടഡ് ടു ലീവ് അണ്ടർ ദി സീ. അപ്പോൾ അവരുടെ പാരമ്പര്യത്തിൽ, അവരുടെ ട്രഡീഷനിൽ പറ്റിയിട്ടുള്ള ജനറേഷൻസ് ആണ് ഇപ്പോഴും ഈ പറഞ്ഞ ഒരു ആചാരം. ഇവർ ടേർട്ടിൽസിനെ വന്ന് ലേഡീസ് വന്ന്
കടൽക്കരയിൽ നിന്ന് കോൾ ചെയ്യുമ്പോഴേക്കും ഇവർ വരുന്നത് ഈ ഒരു സ്റ്റോറീനെ ബന്ധപ്പെടുത്തി ആ ഒരു ആചാരത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ ഈ പ്രിൻസസും അവരുടെ ആ മോളും വരുന്നത്. അല്ലെങ്കിൽ ടേർട്ടിൽസ് വെള്ളത്തിന്റെ മേലെ അങ്ങനെ പൊങ്ങി വരുന്നതിന്റെ ഒരു കാരണം ഈ ഒരു സ്റ്റോറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നാണ് അവരുടെ വിശ്വാസം. ആൻഡ് ഇഫ് ഒരു കാര്യം അവിടെ ഓർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദി ലേഡീസ് ആർ കോളിംഗ് എന്താണ് ടേർട്ടിൽസ്, വെൻ ദി ടേർട്ടിൽസ് ആർ നോട്ട് കമ്മിങ് അപ്പ്, ടേർട്ടിൽസിനെ വിളിച്ചിട്ടും ഇവർ വരാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഇവരുടെ ശത്രു രാജ്യമായ മറ്റേ നബുക്കലേവു എന്ന് പറയുന്ന ആ പ്ലേസിലുള്ള ആരെങ്കിലും ഇവരുടെ കരയിൽ നമുവാനയിൽ അല്ലെങ്കിൽ ഇവർ വിളിക്കുന്ന ഈ പ്രദേശത്തുണ്ടെങ്കിൽ the turtles won't come up. കാരണം ഇവരുടെ എനിമീസ് ഇവിടെ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ഈ ടേർട്ടിൽസ് ആർ നോട്ട് കമ്മിങ് അപ്പ് എന്നുള്ളൊരു ബിലീഫാണ് നിന്ന് പോകുന്നത്. അപ്പം ഇത്ര തന്നെയാണ് ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കഡാവു എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോറിയിൽ. അപ്പോൾ ആ ഒരു ലെജൻഡ്, ഫിജിയൻ ലെജൻഡ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് ദി 2 വില്ലേജസ് നമുവാന ആൻഡ് നബുക്കലേവു, ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു 2 വില്ലേജസിന്റെ കഥ ആ ഒരു ബിലീഫിൽ നിന്നാണ് ഈ പറഞ്ഞ ഒരു റിച്വൽ ഒക്കെ വന്നിട്ടുള്ളത്. ആ ഒരു ചാൻഡിങ്ങിലൂടെ ടേർട്ടിൽസിനെ വിളിച്ചു വരുത്തുന്ന ഒരു റിച്വൽ ഒക്കെ വന്നിട്ടുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഈ ഒരു സ്റ്റോറി. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി സ്റ്റോറി വെൽ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. മെയിൻലി ഉള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുവാന എന്ന് പറയുന്നത് ഒരു കരയിടുക്ക് പോലുള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന ആൾക്കാർ ഇവർ ഈ സമുദ്രത്തെ മുഴുവൻ ചുറ്റി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ഒരു മലയിടുക്ക്, ഇവരൊരു ഇടുക്ക് പോലെ ആയി വന്നത് ഈ ക്യാനോസ്, ഇവരുടെ വള്ളങ്ങളൊക്കെ വലിച്ചു കയറ്റി ഇവർ ഈ മലകളുടെ മേളിൽ കൂടെയൊക്കെ ഇത് വലിച്ചു കയറ്റി പെട്ടെന്ന് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു മലയിടുക്കായിട്ട് മാറിയിട്ടുള്ളത്. കാരണം ഇത്രയും ചുറ്റി പോകുന്നതിലും നല്ലതാണ് ജസ്റ്റ് ഇതങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ റീച്ച് ഹിയർ. ആ ഒരു തോട്ടിൽ നിന്നാണ് ഇതിങ്ങനെ ഒരു കരയിടുക്ക് അല്ലെങ്കിൽ ഒരു മലയിടുക്ക് പോലുള്ള ഒരു പ്രദേശമായിട്ട് മാറിയതെന്നൊക്കെയാണ് ലെജൻഡ്സ് പറയുന്നത്, സ്റ്റോറീസിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്രത്തന്നെ ഉള്ളൂ ദ സ്റ്റോറി ഓഫ് ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കഡാവു. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് 4th യൂണിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് ഒരു ആർട്ടിക്കൽ ടൈപ്പ് ഒരു റീഡിംഗ് ആണ് നമുക്കുള്ളത്. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ, അഞ്ജന മജുംദർ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കൽ പോലത്തെ ഒരു തോട്ട് നമ്മുടെ മുന്നിലേക്ക് നമുക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ള, ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ എത്തുന്നത്. ആൻഡ് ദ ടോപ്പിക് ഇസ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു ചാലഞ്ചാണ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്ത് വേണ്ടി. നമ്മളിപ്പം കഴിഞ്ഞ വർഷങ്ങളിലാണെങ്കിൽ വി വർ ഫേസിങ് ഫ്ലഡ്സ്, ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഫ്ലഡുകൾ, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ, പാൻഡമിക്സ് പോലുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഡിസാസ്റ്റേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഗ്ലോബൽ ഫിനോമിന, ഒരു ഗ്ലോബലി വരാവുന്ന, ഗ്ലോബലി എല്ലാ സ്ഥലങ്ങളിലും, ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സാധനമല്ല, ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും പോസിബിൾ ആയിട്ടുള്ള ഒരു ചാലഞ്ച് തന്നെയാണ് ഡിസാസ്റ്റേഴ്സ്. ബട്ട് നമ്മൾ വെൻ വി ആർ കമ്മിങ് ടു ഇന്ത്യക്ക് കുറച്ചും കൂടി ഡിസാസ്റ്റർ സാധ്യതകൾ, ദ ചാൻസസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ is pretty high when compared to other nations അല്ലെങ്കിൽ other countries. കാരണം we have perennial rivers ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ we have a long coastal line, ഒരുപാട് നീളത്തിൽ കിടക്കുന്ന കോസ്റ്റൽ ലൈൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ മഞ്ഞു മൂടി കിടക്കുന്ന മലകൾ നമുക്ക് ഒരുപാടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ we have greater chances of occurrence of disasters. അപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസാസ്റ്റേഴ്സ് ഹാവ് ആൻ ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി. ഇതിൻ്റെയൊക്കെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റി വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ വളരെ ചെറിയ മൈൽഡായിട്ടാണ് കാര്യങ്ങൾ നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് എല്ലാം അതിൻ്റെ ഭയങ്കരമായ ഒരു ശക്തിയുള്ള ഒരു വേർഷനിലാണ് കാര്യങ്ങളൊക്കെ വന്നെത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം നോർത്തിലൊക്കെ ആണെങ്കിൽ കൂടുതലും വരാൻ സാധ്യതയുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്ലഡുകൾ, ദെൻ സൈക്ലോൺസ്, എർത്ത് ക്വേക്സ് പോലുള്ള സാധനങ്ങളാണ് നോർത്ത് സൈഡിലേക്ക് കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് അവിടുത്തെ സീസ്മിക് സോൺ എന്ന് പറയുന്നത് 3 to 5 ആണ്. ദെൻ വെൻ കമ്മിങ് ടു ദി സെക്കൻഡ്, അടുത്തൊരു ഭാഗത്തിലേക്ക് വരുമെന്ന് പറയുമ്പം അത് ഈസ്റ്റ് സൈഡാണ്. അവിടെയും കൂടുതലായിട്ട് ഫ്ലഡ്സ്, അതുപോലെ തന്നെ എർത്ത് ക്വേക്സ്,
ലാൻഡ് സ്ലൈഡ്സ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ആൻഡ് കമ്മിങ് ടു ദി നോർത്ത് ഈസ്റ്റ് സൈഡ്, അവിടേക്കും കൂടുതലായിട്ട് എന്താണ് ഫ്ലഡുകൾ, ലാൻഡ് സ്ലൈഡ്സ്, എർത്ത് ക്വേക്സ് അതും വരാൻ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളാണ് നോർത്ത് ഈസ്റ്റ് നമ്മുടെ ഭാഗങ്ങൾ. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ദ സീസ്മിക് സോൺ 5 to 4 and 5 ഇടയ്ക്ക് വരുന്ന സീസ്മിക് സോൺ ആണ് അവിടെയുള്ളത്. ആൻഡ് വെൻ കമ്മിങ് ടു ദി സൗത്ത് ഏരിയയിലൊക്കെ കൂടുതലും വരാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്രോട്ട്, അതുപോലെ തന്നെ ഫ്ലഡ്സ്, ലാൻഡ് സ്ലൈഡ്സ്, പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഓരോ ഏരിയാസും ദേ ആർ പ്രോൺ ടു ദീസ് ഡിസാസ്റ്റേഴ്സ്. ഇതൊക്കെ വല്ലാണ്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ് ഇന്ത്യയുടെ 4 ഡയറക്ഷനിലുള്ള സ്ഥലങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ആലോചിച്ചാൽ കാണാവുന്നത് India has faced a lot of disasters. നമ്മുടെ 2004 വന്നിട്ടുള്ള സുനാമി ആവട്ടെ, 84 നടന്നിട്ടുള്ള ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ഇതൊക്കെ പിന്നെ അതുകൂടാതെ നമുക്ക് ഒരുപാട് സൈക്ലോൺസ് വന്നിട്ടുണ്ട്, ഫ്ലഡ്സ് നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം വി ആർ ഫേസിങ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. ആൻഡ് ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരുപാട് തരത്തിലുള്ള ലോസസ്, നമ്മുടെ ലൈഫ് ലോസിനും അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ലോസിനും വല്ലാണ്ട് കാരണമാവുന്നുണ്ട്. ഒരുപാട് മനുഷ്യരുടെ ജീവൻ പോകുന്നു എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ഈസ് കോസിങ് ഗ്രേറ്റ് എഫക്ട്സ് അല്ലെങ്കിൽ വെരി അഡ്വേഴ്സ് എഫക്ട്സ് ഓൺ ദി ദി ഫിസിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് ദി കൺട്രി ഓൾസോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇത് വല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് മെയിൻലി നമുക്ക് 2 ടൈപ്പ് ഡിസാസ്റ്റേഴ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുമ്പം ഫസ്റ്റ് വൺ ഇസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് നേച്ചറിൻ്റെ ഭാഗമായിട്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മളിലേക്ക് എത്തുന്ന ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി നമുക്ക് തരുന്ന ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ അതൊക്കെയാണ് ഫ്ലഡ് അല്ലെങ്കിൽ സൈക്ലോൺസ്, ഹറിക്കെയിൻസ്, ലാൻഡ് സ്ലൈഡ്സ്, അങ്ങനെയുള്ള ഡ്രോട്ട് പോലുള്ള സാധനങ്ങളൊക്കെ. വെൻ ഇറ്റ് കംസ് ടു ദി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മാൻ മെയ്ഡ്, അതായത് മനുഷ്യനാൽ ഉണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ദുരന്തമാണെങ്കിലും ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ, മനുഷ്യൻ്റെ ഒരു പ്രൊഡക്ഷനിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഡിസാസ്റ്ററാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളും നമുക്ക് കാര്യങ്ങളിൽ നിന്ന് വി ക്യാൻ ജസ്റ്റ് മേക്ക് 2 types of disasters. 2 എണ്ണമാണ് മെയിൻലി നമുക്ക് കാറ്റഗറൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ആൻഡ് കമ്മിങ് ടു ആർ ടോപ്പിക് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പം ഇന്ത്യയെ പോലുള്ള ഒരു കൺട്രിയിൽ വി ഷുഡ് ഹാവ് എ വെരി ആപ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഡിസാസ്റ്റേഴ്സ് വരുന്ന അല്ലെങ്കിൽ ഡിസാസ്റ്റർ ചാൻസ് ഉള്ള ഒരു കൺട്രി എന്നുള്ള നിലയ്ക്ക് വി ക്യാൻ സർവൈവ്. അപ്പം ആദ്യം തന്നെ വേണ്ടത് വി ഷുഡ് ഹാവ് എ വെരി ഗുഡ് ടീം, ഒരു റെസ്ക്യൂ ടീം വിത്ത് ഓൾ ദി ലേറ്റസ്റ്റ് ടെക്നോളജീസ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു റെസ്ക്യൂ ടീം ഷുഡ് ബി അവൈലബിൾ ഇൻ ദി കൺട്രി. അപ്പോൾ അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് വേണ്ടത്. പിന്നെ ദ റീഹാബിലിറ്റേഷൻ. പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് റീഹാബിലിറ്റേഷൻ ഓഫ് ദോസ് പീപ്പിൾ, ദ സർവൈവേഴ്സ്, അല്ലെങ്കിൽ അവരുടെ ആ സർവൈവേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള ആരൊക്കെയാണോ ഒരു ഡിസാസ്റ്റർ ഓവർകം ചെയ്തിട്ടുള്ളത് അവരെ ഒന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യുക. നോട്ട് ഓൺലി ഇൻ എ ഫിസിക്കൽ സെൻസ് ബട്ട് ഓൾസോ ഇൻ എ സൈക്കോളജിക്കൽ സെൻസ്. അവരുടെ മൈൻഡ്സിൻ്റെ ഒരു വലിയൊരു പ്രശ്നം, ഒരു ഡിസാസ്റ്റർ നേരിട്ടുള്ള ദ പീപ്പിൾ വിൽ ബി വെരി മച്ച് സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും. ആൻഡ് സോ ദാറ്റ് ദേ ഹാവ് ടു ബി കൺസോൾഡ് ഇൻ എ സൈക്കോളജിക്കൽ മാനർ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ റിലാക്സേഷൻ, ഒരു കൺസലേഷൻ ഷുഡ് ബി ഗിവൺ അല്ലെങ്കിൽ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദോസ് പീപ്പിൾ. അത് എന്തായാലും വേണ്ട കാര്യമാണ്. ദെൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് റീഹാബിലിറ്റേഷൻ ഇസ് ദി എക്കണോമിക് അല്ലെങ്കിൽ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ. ഇവർക്ക് പറ്റുന്ന രീതിക്ക് ഒരു റീഹാബിലിറ്റേഷൻ, ഇവരെ ഒന്ന് പുതിയ ഇപ്പം കൺസ്ട്രക്ഷൻസ്, വീടുകൾ നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ അവരുടേതായ രീതിക്ക് അവർക്കൊന്ന് സർവൈവ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഇറ്റ് ഷുഡ് ബി ഗിവൺ പ്രോമിനൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിരിക്കണം. ദെൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് നമുക്ക് ഒരുപാട് ലൈഫ് ലോസ് വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഡിസാസ്റ്റേഴ്സ്. അത് മാത്രമല്ല, വെൻ എ ഡിസാസ്റ്റർ ഇസ് ഹാപ്പനിങ്, ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ദ മെയിൻ തിങ് ഇസ് ദാറ്റ് വിൽ ഗെറ്റ് ലോസ്റ്റ് ഇൻ എ പ്ലേസ്. അതായത്
all the informations അല്ലെങ്കിൽ communication facilities അല്ലെങ്കിൽ traveling facilities gets disconnected. അപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ കോൾസ് അല്ലെങ്കിൽ ട്രാവലിംഗ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇതൊന്നും അവൈലബിൾ അല്ലാത്തൊരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തും. അപ്പം ഇതൊക്കെ സർവൈവ് ചെയ്യാൻ പാകത്തിന് ഒരു സെറ്റപ്പ് ഷുഡ് ബി ദർ ഇൻ ദി കൺട്രി സോ ദാറ്റ് വി ക്യാൻ സർവൈവ് സച്ച് സിറ്റുവേഷൻസ്. അപ്പോൾ അത്ര തന്നെയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമ്മൾ നോക്കാനുള്ളത്. പിന്നെ ദാ റീഹാബിലിറ്റേഷൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ഷുഡ് ബി ഗിവൺ ടു ദി സർവൈവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ കടന്നു വന്നിട്ടുള്ളവർക്ക് ഓവർകം ചെയ്തിട്ടുള്ളവർക്ക് ഒരു പ്രോപ്പർ സർവൈവൽ അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ ഷുഡ് ബി ഗിവൺ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മെയിൻ പോയിന്റ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ദിസ് ഇസ് ആൻ ഈസി വൺ. നമുക്ക് എസ്സേസ് ഒക്കെ എഴുതാൻ നേരത്ത് യു ക്യാൻ ഓൾസോ ആഡ് ദ കറന്റ് സിറ്റുവേഷൻസ്. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിസാസ്റ്റേഴ്സ് ആൻഡ് ദെയർ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് യു ക്യാൻ ഓൾസോ ആഡ് ഇൻ യുവർ എസ്സേസ് സോ ദാറ്റ് യുവർ എസ്സേസ് ക്യാൻ ബിക്കം മോർ ആൻഡ് മോർ പവർഫുൾ ആസ് വെൽ ആസ് അട്രാക്റ്റീവ്. ഇൻസിഡൻസ് ഒക്കെ കൊടുത്തിട്ട് യു ക്യാൻ മെൻഷൻ ദി എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, എത്ര പേര് മരിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ യു ക്യാൻ ജസ്റ്റ് മെൻഷൻ ഇൻ യുവർ എസ്സേസ് സോ ദാറ്റ് you can score more and more marks in your exams. Okay, അപ്പം I hope it's clear for you. Okay, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് ദ സെറാങ് ഓഫ് രണഗഞ്ചി ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ഡോക്ടർ A.J. ക്രൗണൻ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓത്തറാണ് ഡോക്ടർ A.J. ക്രൗണൻ. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഹീസ് ആസ് വെൽ ആസ് എ റൈറ്റർ ഓൾസോ. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോറിയിൽ ദ സെറാങ് എന്ന് പറയുന്ന ഒരു സീമാൻ, സെറാങ് എന്ന് പറയുന്നത് ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആൻഡ് രണഗഞ്ചി, അപ്പോൾ രണഗഞ്ചി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ നെയിം ഓഫ് ദറ്റ് ഷിപ്പ്. ആ ഷിപ്പിൻ്റെ പേരാണ് രണഗഞ്ചി. ഓക്കെ, അപ്പം ഈ ഒരു സീ വോയേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ട്രാവൽ ഫ്രം ലിവർപൂൾ എന്നുള്ള ഒരു ട്രാവൽ, അങ്ങോട്ടുള്ള ഒരു ട്രാവലാണ് ആ ഒരു എൻറ്റയർ വോയേജ്, ആ സീ വോയേജിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ലിവർപൂൾ അങ്ങനെയുള്ള ആ ഒരു സ്പേസിലിൻ്റെ ഒരു ട്രാവൽ, ഒരു വോയേജാണ്, ഒരു ഷിപ്പിലുള്ള നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എൻറ്റയർ സ്റ്റോറിയിൽ കാണുന്നത്. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് നമ്മുടെ ഈ കപ്പലിലുള്ള ഈ ഷിപ്പിലുള്ള ഒരു വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ലേഡി ഇസ് കമൻറ്റിങ് ഓൺ ദി സെറാങ്. സെറാങ്ങിൻ്റെ പേര് ഇസ് ഹസൻ എന്നാണ് ഇയാളുടെ പേര്. അപ്പം ഷീ ഈസ് കമൻറ്റിങ് ഓൺ ദി സെറാങ്. ഓ മൈ ഗോഡ്, വാട്ട് ആൻ അഗ്ലി ക്രീച്ചർ, വാട്ട് ആൻ അഗ്ലി മാൻ ഹി ഈസ് വെരി ഷോർട്ട് ലെഗ്സ് അല്ലെങ്കിൽ ആൻഡ് വെരി ഹ്യൂജ് ഹെഡ്. എന്തൊരു അഗ്ലി ക്രീച്ചറാണ് ഇയാൾ. ഇയാളുടെ വലിയ തലയാണ്, ഭയങ്കര ചെറിയ കാലുകളാണ്. ഹി ജസ്റ്റ് ഡോണ്ട് ലുക്ക് ലൈക്ക് എ ഹ്യൂമൻ. ഒരു മനുഷ്യനായിട്ട് പോലും ഇയാളെ കണ്ടിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്ന ജോബ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഫാഷനബിൾ ലേഡിയുടെ ഒരു കമൻറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ A.J. ക്രൗണൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ ഒരു ഷിപ്പിലെ, ഹീസ് എ ഫിസിഷ്യൻ, അവിടുത്തെ ആ ഡോക്ടറാണ്, ഷിപ്പിലെ ഡോക്ടറായിട്ടാണ് അദ്ദേഹം ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു കമൻറ്റ് കേൾക്കുമ്പോഴാണ് അദ്ദേഹം ഈ സെറാങ്ങിനെ, നമ്മുടെ ഹസനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പം പിന്നെ ഇങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു പോയി. ആൻഡ് ഈ ഡോക്ടറുടെ അടുത്തേക്ക് പെട്ടെന്ന് ഒരു കേസ് വരെയാണ്, ഒരു സുഖമില്ലാത്തൊരു കേസ് വരെയാണ്. ആൻഡ് വെൻ ഹി ഐഡൻറ്റിഫൈസ് ദ പേഷ്യൻറ്റ് ഹി അണ്ടർസ്റ്റുഡ് that it is smallpox ആണ് ഇദ്ദേഹത്തിനുള്ള അസുഖം. ഇറ്റ് ഹാസ് ഗ്രേറ്റർ ചാൻസസ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇറ്റ് ഹാസ് ഗ്രേറ്റർ ചാൻസസ് ഓഫ് സ്പ്രെഡിങ് വെരി ഫാസ്റ്റ്ലി, പെട്ടെന്ന് പകരാവുന്ന ഒരു രോഗമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഓൾസോ. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുകയാണ്. ആൻഡ് ഹി ജസ്റ്റ് സെൻഡ് പേഴ്സൺസ് ടു ദി ക്യാപ്റ്റൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വിടുകയാണ്. ഇങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ സ്പ്രെഡിങ് സാധ്യത കൂടുതലുള്ള ഒരു ഡിസീസ് ഇസ് സ്മോൾ പോക്സ്. സോ ദാറ്റ് വി വാണ്ട് മോർ അസിസ്റ്റൻസ് ടു ഡീൽ വിത്ത് ദിസ് കേസ്. ദ ക്യാപ്റ്റൻ റിപ്ലൈസ് ദാറ്റ് വി ഡോണ്ട് ഹാവ് ഇനഫ് അസിസ്റ്റൻസ് ഇൻ ദി ഷിപ്പ് ആസ് ബിക്കോസ് ദി ട്രാവലേഴ്സ് ആർ മോർ. നമുക്ക് ആളുകൾ കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള അസിസ്റ്റൻസിനെ പോലും തികയുന്നില്ല. നമുക്ക് ഇപ്പം തന്നെ സ്റ്റാഫുകൾ വളരെ കുറവാണ്. സോ ദാറ്റ് യു ഹാവ് ടു മാനേജ് ഇറ്റ് യുവർ സെൽഫ്. കൂടുതൽ ഐ ജസ്റ്റ് അലോട്ട് ദി സെറാങ്, ഹസനെ മാത്രം നിങ്ങളുടെ കൂടുതൽ വിട്ടുതരാം. ഹിൽ ഹെൽപ്പ് യു ഇൻ ഓൾ ദി മാറ്റേഴ്സ്. ഹസൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹസനെ നമ്മുടെ ഡോക്ടർ A.J. ക്രൗണൻ്റെ അടുത്തേക്ക് വിടാണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇവർ കുറച്ചും കൂടെ കാര്യങ്ങൾ, ഇവർ രണ്ടുപേരും കൂടെ മിംഗ്ലിംഗ് ഒക്കെ തുടങ്ങുന്നത്. അപ്പം ആദ്യം വന്ന ആൾക്ക് ഡയഗ്നോസ്ഡ് വിത്ത് സ്മോൾ പോക്സ് ആൻഡ് വീണ്ടും ആൾക്കാർ സ്മോൾ പോക്സ് ബാധിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ദേ ഹാവ് ടു ഡു ഇസ് ടു ഐസൊലേറ്റ് ദം. ഇവർ മറ്റുള്ളവരായിട്ട് കോൺടാക്ട് ചെയ്യാതിരിക്കാനുള്ള രീതിയിൽ ദേ ഹാവ് ടു ഐസൊലേറ്റ് ദം. അപ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് റൂമൊക്കെ കൊടുത്തിട്ട് ദേ സ്റ്റാർട്ടഡ് ഐസൊലേറ്റിംഗ്. അപ്പം ദ ഷിപ്പ് വാസ് ഫുൾ, ദർ വാസ് നോ എംപ്റ്റി റൂംസ് ലെഫ്റ്റ്. ഒരു സ്പേസ് പോലും ലെഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ബട്ട് സെറാങ് സംഹൗ മെയ്ഡ് എ പ്ലേസ് ടു ഐസൊലേറ്റ് ദി പേഷ്യൻസ്.
അപ്പം അങ്ങനെ ദേ ആർ ഐസൊലേറ്റിംഗ് ദ പേഷ്യൻസ് അവിടെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡേ ബൈ ഡേ ദി പേഷ്യൻസ് ആർ ഇൻക്രീസിങ്. അപ്പം ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ദേ ഹാവ് നോ എനി അതർ സ്റ്റാഫ്സ്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം സെറാങ് ആൻഡ് ഡോക്ടർ, ഹസൻ ആൻഡ് ഡോക്ടർ വർ ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദീസ് പേഷ്യൻസ്. ആൻഡ് ഹി വാസ് നോട്ട് എ വെരി കാം മാൻ. നമ്മുടെ സെറാങ് ഹസൻ എന്ന് പറയുന്നത് ഹി വാസ് നോട്ട് എ വെരി കാം മാൻ, ഭയങ്കര ലോലഹൃദയൻ അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ വെൻ ഹി സീസ് ദി പേഷ്യൻസ് ഇൻ പെയിൻ, ഈ ആൾക്കാർ ഇങ്ങനെ വേദനയിലൊക്കെ നിൽക്കുമ്പോഴേക്കും ഹി വാസ് വെരി മച്ച് ഒരു ഭയങ്കര ഒരു സങ്കടമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ വലിയ ടോക്കറ്റീവ് ഒന്നും, ഇവൻ ദോ ഹി വാസ് നോട്ട് ടോക്കറ്റീവ്, ഹി ജസ്റ്റ് ടോക്ട് വിത്ത് ദം. അവർക്കൊന്ന് കുറച്ചുകൂടെ ജസ്റ്റ് ടു മേക്ക് ദം റിലാക്സ്ഡ്, അവരെ കുറച്ച് റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നൈറ്റിലും ഒക്കെ ഇവരുടെ കൂട്ടത്തിലിരുന്ന് ഹി വാസ് ജസ്റ്റ് പാമ്പറിങ് ദം, അവരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു നമ്മുടെ ഹസൻ. അപ്പം ദ ഡോക്ടർ വാസ് ഓൾവേസ് റിമെമ്പറിങ്, മേക്കിംഗ് ഹിം റിമെമ്പർ ദാറ്റ് ടു സ്റ്റേ അവേ ഫ്രം ദം, അതർവൈസ് യു വിൽ ഗെറ്റ് ദി ഡിസീസ്. അവരുടെ അടുത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യരുത്, പരമാവധി ഡിസ്റ്റൻസ് കീപ്പിട്ട് നിൽക്കുക, അത് അല്ലെങ്കിൽ യു വിൽ ഓൾസോ ഗെറ്റ് ദ ഡിസീസ്. ബട്ട് ഹി വാസ് നോട്ട് ലിസണിങ് ടു എനി ഓഫ് ദീസ് തിങ്സ് ദാറ്റ് വാസ് സെഡ് ബൈ ദി ഡോക്ടർ. സെറാങ്, നമ്മുടെ ഹസൻ ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം തനിക്ക് ചെയ്യേണ്ട ജോലികളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രാത്രികൾ, അതായത് ഇവർക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഇവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ഈ രാത്രികളിലാണ് നമ്മുടെ ഡോക്ടർ എ.ജെ. ക്രോണിൻ ഹാപ്പൻസ് ടു നോ മോർ അബൌട്ട് നമ്മുടെ സെറാങ്, ഹസനെ പറ്റി കൂടുതൽ അറിയുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഹി വാസ് എ പഞ്ചാബി ആൻഡ് അദ്ദേഹത്തിന് അങ്ങനെ കൂടുതൽ സേവിങ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹി വാസ് നോട്ട് എ റിച്ച് മാൻ, ഹി ഡോണ്ട് ഹാവ് എനി സേവിങ്സ് and he was unmarried and he doesn't want any more savings all. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിച്ചു പോകാനുള്ളത് he is working and he was almost at the ship, എപ്പോഴും തന്നെ ഷിപ്പിലാണ് അദ്ദേഹം ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ റിക്വയർമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ സെറാങ്, നമ്മുടെ ഹസൻ്റെ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ സംതിങ് ഈസ് ഹാപ്പനിങ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ആയപ്പോഴേക്കും അപ്പം നമ്മുടെ ഡോക്ടർ പറയുന്നത് യു ആർ വർക്കിംഗ് ഓവർ ടൈം, നിങ്ങൾ ചെയ്യേണ്ട ജോലി ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഐ വിൽ ആസ്ക് ഫോർ യു ടു ഗെറ്റ് മോർ പേ, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം മേടിച്ചു തരാം, പറയാൻ വേണ്ടി ഞാനിവിടെ പറയാം. അപ്പോൾ ഹസൻ ഇസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് തിങ്സ്. ഹി സേസ് ദാറ്റ് നോ, ഐ ഡോണ്ട് വാണ്ട് സച്ച് തിങ്സ്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഐ എം ഡൂയിങ് മൈ വർക്ക്, ഞാൻ ഇപ്പോഴും എൻ്റെ പ്രവൃത്തി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് എക്സ്ട്രാ പേ ഒന്നും എനിക്ക് വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രം ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് he is not at all in a favor of money, അല്ലെങ്കിൽ having money, അല്ലെങ്കിൽ ഒരു luxurious life, being rich. It is not the cup of his tea. It's not his cup of tea. അപ്പോൾ അയാൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഹി ഈസ് ജസ്റ്റ് ഡൂയിങ് ഹിസ് ഓൺ ജോബ്. അപ്പോൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ വീണ്ടും രോഗികൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പം ആദ്യം വന്ന രോഗികളിൽ കുറച്ച് പേര് കോമയിലേക്കൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ 2 of them got died. ആ ഒരു ഷിപ്പിൽ വെച്ച് തന്നെ ആൾക്കാർ മരിക്കുന്നുണ്ട്. ആൻഡ് ഹസൻ വാസ് വെരി സാഡ് ആൻഡ് ഹി ജസ്റ്റ് എന്താണ് ചാൻഡ് രാമായണ, ഇവര് ദഹിപ്പിക്കുന്നതിന് സാധാരണഗതിയിൽ നമ്മൾ കരയിലൊക്കെ ആണെങ്കിൽ വിൽ ബി ഡൂയിങ് സർട്ടൻ റിച്വൽസ് അല്ലേ, മരണത്തിന് തൊട്ട് മുന്നേ കുറേ റിച്വൽസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും വിൽ ബി ക്രിമേറ്റിംഗ് ദി ബോഡി. ബട്ട് ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കാത്തതുകൊണ്ട് ഹസൻ, ഇവൻ ദോ ഹി വാസ് എ പഞ്ചാബി ആയിരുന്നിട്ട് കൂടി അദ്ദേഹം രാമായണത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് ഹി ജസ്റ്റ് പുൾഡ് അവേ ദി ബോഡീസ് ടു ദി കല്ലൊക്കെ കെട്ടിയിട്ട് ഹി വാസ് ജസ്റ്റ് ഗെറ്റിംഗ് അവേ അല്ലെങ്കിൽ ത്രോയിങ് അവേ ദി ഡെഡ് ബോഡീസ് ടു ദി സി. അങ്ങനെയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്രയും വളരെ കെയറിങ് ആയിട്ടുള്ള അത്രയും കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ദിസ് ഹസൻ അല്ലെങ്കിൽ സെറാങ് എന്ന് പറയുന്നത്. ഹി വാസ് എ സീമാൻ, ആ കടലിൽ അല്ലെങ്കിൽ ആ കപ്പലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. ആൻഡ് കമ്മിങ് ടു ദി എൻഡ്, ഫൈനലി ഇവരെല്ലാവരും അവരവരുടെ നാടുകളിലേക്കൊക്കെ എത്തി. എല്ലാവരെയും ഹോസ്പിറ്റൽസിലൊക്കെ ആക്കിയിട്ടുണ്ട്. വയ്യാതിരുന്നവർ ഒരുപാട് പേര് സം ഓഫ് ദം ഹാവ് റിക്കവേർഡ്, കുറച്ച് പേരൊക്കെ ദേ ആർ ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ ആൻഡ് എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് നൗ. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു ഫാഷനബിൾ ലേഡി, കമൻറ്റ് ചെയ്തിട്ടുള്ള ഫാഷനബിൾ ലേഡി, ഷീ ഈസ് കമൻറ്റിങ് ദാറ്റ് ഓ മൈ ഗോഡ്, വേർ ഹാവ് യു കെപ്റ്റ് ദിസ് മാൻ, ഏത് കേജിലാണ്, ഹാവ് യു ജസ്റ്റ് കെപ്റ്റ് ദിസ് മാൻ ഇൻ എ കേജ് ത്രൂ ഔട്ട് ദീസ് ഡേയ്സ്, നിങ്ങൾ ഏത് കൂട്ടിലാണ് ഇദ്ദേഹത്തെ ഇയാളെ കൊണ്ട് അടച്ചിരുന്നത്, ഇയാളെ ഏതായാലും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, ഏത് കൂട്ടിക്കൊണ്ടായിരുന്നു ഇതിനെ ഇട്ടിരുന്നതെന്നൊക്കെ ഷീ ഈസ് കമൻറ്റിങ് ആൻഡ് ടു Dr. A.J. Cronin, and Cronin is replying like, yeah, he was in a cage, but all the animals were outside the cage. അപ്പം അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഒരു വളരെ നല്ലൊരു മെസ്സേജ് വെച്ചിട്ടാണ്. അപ്പം ഇയാളൊരു കേജിലായിരുന്നു, പക്ഷേ all the animals, those who are ought to be put in that cage, ആ കേജിനുള്ളിൽ കിടക്കേണ്ട ആനിമൽസ് ഒക്കെ അവരെല്ലാവരും പുറത്തായിരുന്നു. He intends the
പീപ്പിൾ, അതായത് ഈ ജോബ് സ്മിത്തിനെ പോലെ ഇയാളെ പറ്റി മോശമായത് പറയുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഇയാൾ ഡോക്ടർ ക്രോണിൻ അവരാണ് ആനിമൽസ് എന്നുള്ള ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്കാണ് എത്തിക്കൊടുക്കുന്നത്. അതായത് people treat other people according to their color, according to their physical features, according to their beauty. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ എ ജെ ക്രോണിന് ലാസ്റ്റ് ഈ സ്റ്റോറിയുടെ എൻഡ് ആകുമ്പോഴേക്കും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പം ഡോണ്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ ഹിസ് കളർ, കാസ്റ്റ് ഓർ ദ തിങ്സ്, ദ ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നുള്ള ഒരു ഫീച്ചറിലേക്കാണ് അല്ലെങ്കിൽ ഒരു തീമിലേക്കാണ് ഡോക്ടർ ക്രോണിൻ നമ്മുടെ ഈ ഒരു സ്റ്റോറി പറഞ്ഞെത്തിക്കുന്നത്. അപ്പം ദി പ്രോബബിൾ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ ക്യാൻ ബി, ആദ്യം തന്നെ നമുക്ക് നോക്കാവുന്നത് സെറാങ്ങിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, വി ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദാറ്റ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പം വാട്ട് ഈസ് ഹിസ് നാഷണാലിറ്റി ആൻഡ് വാട്ട് ഈസ് ഹി ഡൂയിങ്, എന്താണ് അദ്ദേഹം, ഈസ് ഹി ഇൻട്രസ്റ്റഡ് ഇൻ മണി ഓർ സം അതർ വേൾഡ്ലി തിങ്സ്, അതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. അപ്പം നമുക്ക് പറയാൻ പറ്റും ഹി വാസ് എ വെരി ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ടു ദ തിങ്സ് ദാറ്റ് ഐ എം സേയിങ് നൗ. ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി വാസ് വെരി കാം പേഴ്സൺ, ഹി വാസ് എ വെരി ഹെൽപ്ഫുൾ പേഴ്സൺ ടു ഓൾ അതർ പീപ്പിൾ അറൗണ്ട് ഹിം. He was not at all interested in money or other worldly gains or luxuries. ഇങ്ങനെയുള്ളതിനോടൊന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. He was very service minded, എല്ലാവർക്കും സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡുള്ള ഒരാളായിരുന്നു. സോ ദാറ്റ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഹി വാസ് വെരി സിൻസിയർലി സെർവിങ് ദ പീപ്പിൾ ഇൻ ദാറ്റ് ഷിപ്പ് ഹു വർ എഫക്റ്റഡ് ബൈ സ്മോൾ പോക്സ്. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയായിരുന്നു അത്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ആ ഒരു സ്റ്റോറീനെ പറ്റി നമുക്ക് പറയാൻ. ഡോക്ടർ എ ജെ ക്രോണിനാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി കാണുന്നത്. അപ്പം ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് യൂസ് കോഡ്സ് ഫ്രം ദി ചാപ്റ്റർ. നിങ്ങൾക്ക് ചാപ്റ്ററിൽ നിന്നുള്ള കോഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇഫ് യു ആർ ഷുവർ അബൌട്ട് ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ആഡ് ദം ഇൻ ദി എസ്സേസ് ഓർ വാട്ട് എവർ യു ആർ റൈറ്റിംഗ് സോ ദാറ്റ് യു ക്യാൻ സ്കോർ മോർ ആൻഡ് മോർ മാർക്സ്. അപ്പം ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ.